പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥനയുടെ 4-ാം ദിവസം കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിപ്പാനും ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനും വിശേഷിച്ച് ദൈവത്തിൻ്റെ തിരുവെഴുത്തുകളെ കേൾക്കുവാനും ഒക്കെ ദൈവം നമുക്ക് തരുന്ന അവസരങ്ങൾക്കും വലിയ പദവികൾക്കുമായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മന്ത് ഓഫ് ഷെയറിംഗ് എന്ന ആത്മീക ചിന്തയെ ധ്യാനിച്ച് ഈ മാസത്തിൽ 21 ദിവസം നടത്തപ്പെടുന്ന ഈ ഉപവാസ പ്രാർത്ഥനയുടെ 4-ാം ദിവസം നിങ്ങളെ ശുശ്രൂഷിപ്പാൻ ദൈവം തരുന്ന അവസരത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ 4-ാം ദിവസത്തിൻ്റെ ഈ സെഷൻ തികഞ്ഞ ആത്മനിയോഗത്തോടുകൂടി പ്രസൈഡ് ചെയ്യുന്ന കർത്താവിൽ അനുഗ്രഹീത ദൈവദാസൻ പാസ്റ്റർ ജോൺ ഡാനിയേൽ, എനിക്ക് മുമ്പായി ശക്തിയോടെ കർത്താവിൻ്റെ തിരുവെഴുത്തുകളെ പ്രസ്താവിച്ച കർത്താവിൽ പ്രസിദ്ധനും അനുഗ്രഹീതനുമായ കർത്തൃദാസൻ പാസ്റ്റർ രാഹുൽ എരുമേലി, എന്നോട് ചേർന്ന് ഈ ഫ്ലോറിൽ നിന്നുകൊണ്ട് ശക്തമേറിയ ആത്മീക ആരാധനകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങൾ ബ്രദർ ആൻസൺ ആൻഡ് ടീം, പൗർവിഷൻ്റെ ഫ്ലോറിൽ ഈ സന്ദേശ കേൾവിക്കും ദൈവത്തെ ആരാധിക്കാനും കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ഒപ്പം ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വിവിധ ടൈം സോണുകളിലായി ഇപ്പോഴും പിന്നത്തേതിലുമൊക്കെയായി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ, നിങ്ങളെല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമുള്ള നാമത്തിൽ വളരെ സ്നേഹത്തോടെ എൻ്റെ ക്രിസ്തീയ വന്ദനം ഞാൻ ഓർപ്പിക്കുന്നു. അടുത്ത മിനിറ്റുകളിൽ നിങ്ങൾക്കായി കൈമാറുവാൻ കർത്താവിനെ ഏൽപ്പിച്ച ഒരു പ്രാവചനിക ദൂത് ദൈവവചനത്തെ അടിസ്ഥാനമാക്കി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പകർന്ന് പരിശുദ്ധാത്മാവ് തരുന്ന നിയോഗം തരുന്ന ഒരു ശുശ്രൂഷ നിർവഹിച്ച് ഈ ശുശ്രൂഷകൾ ഇവിടെ അവസാനിപ്പിക്കും. ദൈവവചന ചിന്തയ്ക്ക് ആധാരമായി വിശുദ്ധ ബൈബിളിൽ നിന്നും ഒരു വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. യെഹെസ്കേൽ പ്രവചനം 12-ാം അധ്യായം 23-ാമത്തെ വാക്യം. യെഹെസ്കേൽ പ്രവചനം 12-ാം അധ്യായം 23-ാം വാക്യം. അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഈ പഴഞ്ചൊല്ല് നിർത്തലാക്കും. ഞാൻ ഇസ്രയേലിൽ നിന്ന് ഇനി അത് ഒരു പഴഞ്ചൊല്ലായി ഉപയോഗിക്കുകയില്ല. കാലവും സകല ദർശനത്തിൻ്റെയും നിവൃത്തിയും അടുത്തിരിക്കുന്നു എന്ന് അവരോട് പ്രസ്താവിക്കുക. ഒരു നിമിഷം നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല പിതാവേ, അനുഗ്രഹീതമായ നല്ല പകലിനായി നന്ദി പറയുന്നു. വിവിധ സമയപരിധിയിലിരുന്നു കൊണ്ട് വിവിധ ദേശത്ത് ആയി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അവിടുത്തെ മക്കളെ ഓരോരുത്തരെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ കൈമാറുകയാണ്. യഹോവ ആ പഴഞ്ചൊല്ല് നിർത്തലാക്കിയതുപോലെ ഇസ്രയേലിൽ ഒരു കാലഘട്ടത്തിൽ ഉയർന്നു വന്ന ചില ചൊല്ലുകളെ, ചില വാക്കുകളെ, ചില കുടുംബങ്ങളുടെ മേൽ പറഞ്ഞു വെച്ച വെപ്പുകളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിർത്തലാക്കി അവിടുത്തെ മക്കൾക്ക് വേണ്ടി ഒരു പുതിയ സീസൺ ദൈവം തുറന്നതുപോലെ എന്നോട് ചേർന്ന് ഈ വചനത്തിൽ സഞ്ചരിക്കുന്ന, ഈ വചനത്തെ സ്വീകരിക്കുന്ന, ഈ വചനത്തെ ഭക്ഷിക്കുന്ന ഓരോ മക്കളെയും അത്ഭുതകരമായി കർത്താവ് നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന സകല രോഗികളും ഇന്ന് സൗഖ്യമാകണം. എന്നെ കേൾക്കുന്ന സകല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും ഇന്ന് ദൈവിക അനുഗ്രഹം പ്രാപിക്കണം. ആത്മീകത്തിലോ ഭൗതികത്തിലോ എവിടെയെങ്കിലുമൊക്കെ ക്ഷീണിച്ച് ആരെങ്കിലും ഇരുന്നാൽ അവരെ ബലപ്പെടുത്തുന്ന ദൈവവചനത്തിൻ്റെ ശക്തി അത്ഭുതകരമായി വ്യാപരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷകളുടെ മുഴുവൻ നിയന്ത്രണവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഞാൻ കൈമാറുന്നു. പരിശുദ്ധാത്മാവ് തന്നെ എല്ലാം നന്നായി ചെയ്യും. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആ വാക്യത്തിൽ നിന്നും ഒരൊറ്റ വാക്ക് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൈമാറുവാനാണ് പരിശുദ്ധാത്മാവ് എനിക്ക് നിയോഗം തരുന്നത്. യഹോവ ആ പഴഞ്ചൊല്ലിനെ നിർത്തലാക്കും. വളരെ ദൈർഘ്യമുള്ളൊരു വാക്യത്തിനകത്ത് ഒരു ജനതയുടെ ഒരു കാലഘട്ടത്തെ മുഴുവൻ തിരിക്കുന്നൊരു ദൂത് ആ കാലഘട്ടത്തിൻ്റെ പ്രവാചകനാകുന്ന യെഹെസ്കേൽ ഇസ്രായേലിനെ നോക്കിക്കൊണ്ട് കൈമാറുകയാണ്. യെഹെസ്കേൽ പ്രവാചകനെ ദൈവം എഴുന്നേൽപ്പിച്ചത് ഇസ്രായേൽ ജനത്തിൻ്റെ ഒരു പ്രവാസഘട്ടത്തിലാണല്ലോ. തൻ്റെ പ്രവചന പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം ധ്യാനിക്കുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കേബാർ നദിയുടെ തീരത്ത് പ്രവാസത്തിലിരിക്കുമ്പോൾ യെഹെസ്കേലിൻ്റെ മീതെ സ്വർഗം തുറന്നു, ദിവ്യ ദർശനങ്ങളെ കാണാൻ തുടങ്ങി. യെഹെസ്കേലിനെ ബൈബിൾ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ബൂസിയുടെ മകനാകുന്ന യെഹെസ്കേൽ. ബൂസി എന്നത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരാണ്. ആ പേരിൻ്റെ അർത്ഥം തന്നെ നിന്ന, അപമാനം എന്നിത്യാദിയാണ്. നിന്ന സഹിച്ച ഒരു പിതാവിൻ്റെ മകൻ തൻ്റേതല്ലാത്തൊരു ദേശത്ത്, മറ്റൊരു കൾച്ചറിൽ, മറ്റൊരു സാഹചര്യത്തിനകത്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു സാഹചര്യമില്ല, പ്രാർത്ഥനയ്ക്ക് അനുകൂലമാകുന്ന സംവിധാനങ്ങളില്ല, എല്ലാം പ്രതികൂലമായിരിക്കുമ്പോൾ അതിൻ്റെ നടുവിലും ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ നിന്ന സഹിച്ചൊരു പിതാവിൻ്റെ മകൻ്റെ മീതെ അത്ഭുതകരമായി സ്വർഗം തുറക്കുകയാണ്. അപ്പനും അമ്മയും നിന്ന സഹിച്ചപ്പോൾ
മക്കളുടെ കാലത്ത് സ്വർഗത്തിൻ്റെ വാതിലുകൾ അവർക്ക് വേണ്ടി അസാധാരണമായിട്ട് തുറക്കാൻ തുടങ്ങി. യെഹെസ്കേൽ നമുക്ക് ഒരു നിദാനമാണ്, യെഹെസ്കേൽ നമുക്കൊരു നിഴലാണ്, നമുക്കൊരു അടയാളമാണ്. ആ മനുഷ്യനൊരു നിഴലായിരുന്നെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തെ ദൈവം അതിൻ്റെ പൊരുളാക്കി തീർക്കാൻ പോകുകയാ. ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ എവിടെയെങ്കിലുമൊക്കെ പപ്പയും മമ്മിയുമൊക്കെ ഒത്തിരി തലകുനിച്ചെങ്കിൽ, ഒത്തിരി നിന്ദിക്കപ്പെട്ടെങ്കിൽ, ഒത്തിരി അപമാനിക്കപ്പെട്ടെങ്കിൽ, ആ നിലകളിലെ ജീവിത സാഹചര്യങ്ങളിൽ വളർന്നു വന്ന ആരെങ്കിലുമൊക്കെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പകലിൽ ആത്മനിയോഗത്തോടെ ഒരു പ്രവചന ദൂത് പോലെ ഞാൻ നിന്നെ നോക്കി കൈമാറുകയാണ്. നിന്ന സഹിച്ച മാതാപിതാക്കളുടെ തലമുറയ്ക്ക് വേണ്ടി ലോകം കാണത്തക്ക നിലയിൽ സ്വർഗത്തിൻ്റെ വാതിലുകളെ അത്ഭുതകരമായി തുറന്ന് ഈ കാലഘട്ടത്തിൽ മറ്റൊരുത്തർക്കും തുറക്കാത്ത ഓപ്പൺ ഹെവൻ്റെ നിയോഗങ്ങളെ ഇന്ന് പകൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി കൈമാറാൻ പദ്ധതിയിട്ടിട്ടുണ്ട്. ഉപവാസ പ്രാർത്ഥനയുടെ 4ാമത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ടി സ്വർഗം തുറക്കുന്ന ദിവസമാണെന്ന് ആത്മാവിൽ ഞാൻ വിളംബരം ചെയ്താൽ അതെനിക്കുള്ള ദൂതാണെന്ന് പരിശുദ്ധാത്മാവിൽ സെൻസ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ വായ് തുറന്ന് അധരം ചലിപ്പിച്ച് കർത്താവിന് മഹത്വം കൊടുത്തു. ഇതെല്ലാ ദിവസവും പോലെയല്ല, ഇതെല്ലാ കൂട്ടായ്മയും പോലെയല്ല, എല്ലാ ആരാധനയും പോലെയല്ല. ഈ ആരാധന നിങ്ങളുടെ അത്ഭുതത്തിൻ്റെ ആരാധന, ഈ ആരാധന നിങ്ങളുടെ വിടുതലുകളുടെ ആരാധന, ഈ ആരാധന നിങ്ങളെ ശത്രു കെട്ടിയിരിക്കുന്ന ചങ്ങലകൾ ചണനൂല് പൊട്ടുന്നത് പോലെ പൊട്ടുന്ന ആരാധന, ഈ ആരാധന ബന്ധനമഴിയുന്ന ആരാധന, ഈ ആരാധന അടിസ്ഥാനത്തെ കുലുക്കുന്ന ആരാധന, ഈ ആരാധന അടഞ്ഞ വാതിലുകളെ തുറക്കുന്ന ആരാധന, ഈ ആരാധന ഉലക ചരിത്രത്തിൽ മറ്റൊരുത്തർക്കും തുറക്കാത്ത ദൈവമഹത്വത്തെ തന്റെ മക്കൾക്ക് വേണ്ടി അത്ഭുതകരമായി തുറക്കുന്ന ആരാധനയാക്കി. ഖേബാർ നദിയുടെ തീരത്ത് പ്രവാസത്തിലിരിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ തലയ്ക്ക് മീതെ സ്വർഗം തുറന്നു. യെഹെസ്കേലേ, അങ്ങയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു പോർട്ടൽ തുറക്കാൻ എന്താ കാരണം? യെഹെസ്കേലിന് ഒറ്റ സാക്ഷ്യമേ ഉള്ളൂ. നിന്ന സഹിച്ച ഒരു അപ്പൻ്റെ മകനായിട്ടാണ് ഞാൻ വളർന്നത്. കുടുംബത്തിൻ്റെ മീതെ വീണ് കിടന്നൊരു നിന്നയുണ്ടായിരുന്നു, കുടുംബത്തിൻ്റെ മീതെ വീണ് കിടന്നൊരു അപമാനമുണ്ടായിരുന്നു. അതിൻ്റെ നടുവിലും വിശ്വസ്തയോടെ ദൈവത്തെ ആരാധിക്കാൻ മാതാപിതാക്കൾ മടിച്ചില്ല. അതിൻ്റെ നടുവിലും നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ഞങ്ങൾ മറന്നില്ല. മറക്കാതെ നിന്നയും അപമാനവും സഹിച്ചും ദൈവത്തെ ആരാധിച്ചൊരു കുടുംബത്തിനകത്ത് അടുത്ത തലമുറ പുറത്തു വന്നപ്പോൾ അവന് വേണ്ടി സ്വർഗം തുറന്നെങ്കിൽ, ഈ പകലിൽ ഈ സന്ദേശത്തിന് ആമേൻ പറയുന്ന വീടുകളുടെ അകത്തെ തലമുറകൾക്ക് വേണ്ടി ആകാശം ചായിച്ച് സ്വർഗം തുറന്ന് തേജസ്സിന്റെ കർത്താവ് മുഴുവൻ മഹത്വത്തോടെ ഇറങ്ങി വന്ന് ലോകത്തിന്റെ ചരിത്രത്തിൽ മറ്റൊരുത്തർക്കും ചെയ്തെടുക്കാത്ത വീര്യപ്രവർത്തികളെ, അത്ഭുത പ്രവർത്തികളെ ചെയ്തെടുക്കേണ്ടതിനായി ദൈവം തന്റെ മഹത്വത്തെ കൈമാറാൻ പോകുകയാണെന്ന്. താങ്ക് യു ജീസസ്. യെഹെസ്കേൽ നിയോഗം പ്രാപിച്ചത് മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യരാലുമല്ല. യെഹെസ്കേൽ നിയോഗം പ്രാപിച്ചത് തുറന്ന സ്വർഗത്തിൽ നിന്നാണ്. ഞാനൊരു വാക്കിങ്ങനെ പറയുന്നു, ഈ ഒരു കാലഘട്ടത്തിൽ ഭാരത സഭയെ ദൈവം ആഗ്രഹിക്കുന്ന നിയോഗത്തിലേക്ക് ചലിപ്പിക്കാൻ ഒരു അഭിഷക്ത തലമുറയെ ദൈവം രംഗത്ത് കൊണ്ടുവരുമ്പോൾ ആ തലമുറയ്ക്ക് പറയാൻ ഒരു സാക്ഷ്യമുണ്ട്. ഞങ്ങളിത് പ്രാപിച്ചത് മനുഷ്യരിൽ നിന്നല്ല, ഞങ്ങളിത് പ്രാപിച്ചത് തുറന്ന സ്വർഗത്തിൽ നിന്നുമാണ്. പുതുനിയമത്തിൽ ആ അതിശക്തമായ ഉണർവിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ട വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യ സഭയോട് തന്നെക്കുറിച്ച് ഒരു വാചകം ഇങ്ങനെ പറയുന്നുണ്ട്. ഗലാത്യ ലേഖന 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഇങ്ങനെ കാണുന്നു: മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യരാലുമല്ല, യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ച പിതാവിങ്കൽ നിന്നും അത്രേ അപ്പോസ്തലത്വം പ്രാപിച്ച ഞാൻ. എന്നാൽ ഞാനിത് പ്രാപിച്ചത് ലോകത്തിൽ നിന്നല്ലെന്ന്, ഞാനിത് പ്രാപിച്ചത് മാനുഷിക ഇഷ്ടപ്രകാരമല്ലെന്ന്, ഞാനിത് പ്രാപിച്ചത് ദൈവത്തിൽ നിന്നുമാണെന്ന് ഒരു മനുഷ്യന്റെ അകത്ത് ബോധ്യം വന്നപ്പോൾ ആ മനുഷ്യനെ കൊണ്ട് ഭൂമിയെ തിരിച്ചു മറിക്കുന്ന ശക്തമായ ദൈവത്തിന്റെ പദ്ധതികൾ വെളിപ്പെട്ട് വന്നെങ്കിൽ ആത്മാവിന്ന് ചില അഭിഷക്തന്മാരെ നോക്കിക്കൊണ്ട് നിയോഗത്തോടെ കൈമാറുകയാ. നിങ്ങൾക്ക് ദൈവം നിയോഗം കൈമാറുന്നത് മനുഷ്യരിൽ നിന്നുമല്ല, മനുഷ്യരിലൂടെയുമല്ല, അത് തുറക്കപ്പെട്ട സ്വർഗത്തിൽ നിന്നും കർത്താവ് കൈമാറാൻ പോകുകയാ. വിശ്വസിക്കാൻ പറ്റുന്നവർ ചേർന്ന് കർത്താവിന്റെ മഹത്വം കൊടുത്തു. അപ്പൊ യെഹെസ്കേല് ആ കാലഘട്ടത്തിന്റെ ദൈവശബ്ദം പ്രാപിച്ചത് ഏതെങ്കിലും മാനുഷിക സ്വാധീനത്തിൽ നിന്നല്ല. സ്വർഗം തുറന്ന് ഒരു പുസ്തകച്ചുരുൾ ഇറങ്ങി വരുന്നു, നീ അത് വാങ്ങി തിന്നുക എന്ന് പറയുന്നു. ആ പുസ്തകച്ചുരുൾ ഈ മനുഷ്യൻ വാങ്ങി ഭക്ഷിക്കുന്നു. തൻ്റെ ഉദരത്തിനകത്ത് ഒരു കത്തലുണ്ടാകുന്നു. നോക്കിക്കേ, അകത്ത് വചനം കയറുമ്പോൾ അതുവരെ ഉണ്ടാകാത്ത ഒരു കത്തൽ യെഹെസ്കേലിൻ്റെ അകത്ത് സംഭവിച്ചു. ചരിത്രം പറയുന്നില്ല. 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇസ്രയേൽ ഒരു രാജ്യത്തിനുള്ള ദൂത് യെഹെസ്കേൽ കൈമാറുക. 12 ഗോത്രം അടങ്ങുന്ന ദേശത്ത് ചിതറിപ്പാർക്കുന്ന ഒത്തിരി തകർച്ചയിലും അപമാനത്തിലും കിടക്കുന്ന ഒരു തലമുറയോട് പറയാൻ ദൈവം യെഹെസ്കേലിനെ നിർബന്ധിക്കുകയാണ്. ആ വാക്യത്തിന്റെ ആശയം ഇത്രയുമേ ഉള്ളൂ: യഹോവ ഇസ്രയേലിൽ നിന്നും ആ പഴഞ്ചൊല്ലിനെ നീക്കിക്കളയും. സ്തോത്രം. ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ആ ദൂത് കൈമാറുകയാണ്. ചില കുടുംബങ്ങളെ നോക്കിക്കൊണ്ട് ദേശക്കാർ പറയുന്നൊരു ചൊല്ലുണ്ട്, ചിലരുടെ ജീവിതത്തെ നോക്കിക്കൊണ്ട് ദേശത്ത് പറഞ്ഞു വെക്കുന്നൊരു വെപ്പുണ്ട്, ചിലരുടെ ജീവിത സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട് കുടുംബത്തിനകത്ത് പോലും പറയുന്ന ചില പഴഞ്ചൊല്ലുകളെ ഇന്ന് പകലിലെ വെളിപ്പെട്ട് വരുന്ന ദൈവ സാന്നിധ്യത്തിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നീക്കിക്കളയുമെന്ന് ആത്മമണ്ഡലത്തിൽ ഞാൻ പ്രവചിച്ചാൽ വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണം. ലോകത്തിന്റെ ഏത് കോണിലിരുന്ന് നീ ഈ സന്ദേശം കേട്ടെന്ന് പറഞ്ഞാലോ, നിന്റെ ജീവിതത്തിന്, നിന്റെ വാഗ്ദത്തത്തിന് തടസ്സമായി നിന്റെ തലയ്ക്ക് മീതെ ഉയർന്നു നിൽക്കുന്ന ചില പഴഞ്ചൊല്ലുകളുടെ കൂടുപൊളിക്കുന്ന ഒരു അഭിഷേകത്തെ
ആത്മലോകത്ത് വീണ് കിടക്കുന്ന ചില വാക്കുകളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റാൻ പോകുക. ദൈവം പറയാം, ഞാൻ അതിനെ നിർത്തലാക്കും. സ്തോത്രം. എന്തൊക്കെയോ ചൊല്ലി ആ പേര് പറഞ്ഞ് നിങ്ങളെ പരിഹസിക്കുകയല്ലേ. നിന്റെ കുടുംബം ഒരു ശപിക്കപ്പെട്ട കുടുംബമാ. നിന്റെ തലമുറയുടെ ഭാവി നശിച്ചു പോയതാ. ഇനി അതിനകത്തൊരു യഥാസ്ഥാനം ഉണ്ടാകയില്ല. നിങ്ങളുടെ ശുശ്രൂഷയ്ക്കകത്ത് ഇനി ഒരു വർധന ഉണ്ടാകയില്ല. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് ആത്മീകത്തിലോ ഭൗതികത്തിലോ ഒരു അനുഗ്രഹമോ നന്മയോ ഉണ്ടാകത്തില്ലെന്നൊക്കെ പറഞ്ഞ് ദേശത്തിന്റെ മീതെ വീണ് കിടക്കുന്ന ചില പഴഞ്ചൊല്ലുകളെ തുടച്ചു മാറ്റുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഒരു പ്രവാചക ശബ്ദം പോലെ ചില ഭവനങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ കൈമാറുകയാ. ഇനി അത് തുടരത്തില്ല. 2025 4 മാസത്തിന്റെ 10ാമത്തെ ദിവസം ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഫൈനൽ മെസ്സേജിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ സംസാരിക്കുന്നു. നിങ്ങൾക്കും ഇതേ ആത്മലോകത്ത് മനുഷ്യർ എഴുതി വെച്ചിരിക്കുന്ന ചില പഴഞ്ചൊല്ലുകളെ എടുത്തു മാറ്റുന്ന അഭിഷേകത്തിന്റെ ആത്മ പകർച്ചയെ രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഇസ്രായേൽ ജനം അവരുടെ അടിമ വീടായ മിസ്രൈമിൽ നിന്നും വിടുതൽ പ്രാപിച്ച് പുറത്തു വരുമ്പോൾ ജനത്തിൻ്റെ ഇടയിൽ ഒരു സംസാരം ഉണ്ടായിരുന്നു. നിന്ന സഹിച്ചൊരു ജനം, നിന്ദിക്കപ്പെട്ടൊരു ജനം. പിതാക്കന്മാർ ചെയ്ത പാപം നിമിത്തം തൻ്റേതല്ലാത്ത ദേശത്ത് 430 വർഷം ഇവർ അടിമകളായി പാർക്കുന്നു. മോശ എന്ന മനുഷ്യനിലൂടെ ഈ ജനത്തെ ദൈവം അത്ഭുതകരമായി പുറത്തെടുത്തു. മോശയ്ക്ക് അനന്തരമായി നൂന്റെ മകൻ യോശുവയുടെ മേൽ ദൈവം ആ നേതൃത്വത്തിൻ്റെ നിയോഗം കൈമാറി. യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം വാഗ്ദത്ത ദേശത്തേക്ക് മടങ്ങി വരികയാണ്. യോശുവയെ വേലയ്ക്ക് വേണ്ടി വിളിക്കുമ്പോൾ ദൈവം ഒറ്റ വാക്ക പറഞ്ഞത്, നിന്റെ ജീവകാലത്ത് ഒരു മനുഷ്യരും നിന്റെ നേരെ നിൽക്കയില്ല. ഞാൻ മോശയോടുകൂടി ഇരുന്നത് പോലെ നിന്നോടുകൂടെയും ഇരിക്കും. സ്തോത്രം. മോശയുടെ കൂടെ ഇരുന്ന ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഒറ്റ ബോധ്യത്തിൽ യോശുവ 20 ലക്ഷത്തിലധികം വരുന്ന ജനത്തിന്റെ മുൻപിൽ നിൽക്കുക. യോശുവയുടെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ജനമെല്ലാം യാത്ര ചെയ്ത് ഷീത്തീമിൽ വന്നു. ഷീത്തീമിൽ നിന്നും യാത്ര പുറപ്പെട്ട് യോർദാന്റെ തീരത്ത് വന്നു. ആ ഒരു സാഹചര്യം ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു, യോർദാൻ കരകവിഞ്ഞൊഴുകുകയാണ്. ആ കാലത്തിനൊരു പ്രത്യേകതയുണ്ട്. ഒരു സീസണെ പറ്റി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കൊയ്ത്തിന്റെ സീസൺ. കൊയ്ത്ത് കാലത്തൊക്കെയും യോർദാന്റെ തീരമെല്ലാം കരകവിഞ്ഞൊഴുകും. മുമ്പോട്ട് പോകാൻ കഴിയാതെ ജനം ഒരു വലിയ പ്രതിസന്ധി നിൽക്കുക. സ്തോത്രം. നിന്ന സഹിച്ചൊരു ജനമാ. എന്നാൽ ഇതാ യോശുവയ്ക്ക് ദൈവം കൊടുക്കുന്നൊരു നിയോഗപ്രകാരം പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരെ മുൻനിരയിലേക്ക് നിർത്തി. വചനം ഇങ്ങനെ എഴുതി, പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ യോർദാന്റെ വെള്ളത്തിൽ പതിഞ്ഞപ്പോൾ അതിന്റെ മേലൊഴുക്ക് നിന്നു. സാരാധാന് സമീപം ആദാം പട്ടണം വരെ വെള്ളം ചിറ പോലെ നിൽക്കുകയാ. മുമ്പോട്ട് കടത്തിവിടത്തില്ലെന്ന് പറഞ്ഞ പ്രതികൂല കാലഘട്ടത്തിൽ തന്റെ മക്കൾക്ക് വേണ്ടി അത്ഭുതകരമായ വഴിയെ ദൈവം അന്നവിടെ തുറന്നെങ്കിൽ ഇന്ന് പകലിൽ വിശ്വസിക്കാൻ പറ്റുന്ന ദൈവം മക്കളോട് പരിശുദ്ധാത്മാവ് ഒരു പ്രവചന ശബ്ദബോധം കൈമാറുകയാണ്. കാലം നിനക്ക് പ്രതികൂലമാണെങ്കിലും, സാഹചര്യം നിനക്ക് പ്രതികൂലമാണെങ്കിലോ, ചുറ്റും നിൽക്കുന്ന സംവിധാനങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമാണെങ്കിലും, ദൈവം നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ നിന്റെ നിന്നയെ മാറ്റാൻ, നിന്റെ അപമാനത്തെ മാറ്റാൻ, നിന്റെ തകർച്ചയെ മാറ്റാൻ മറ്റൊരുത്തർക്കും തുറക്കാത്ത അത്ഭുതത്തിന്റെ വഴിയെ. താങ്ക് യു ജീസസ്. യേശുവിന്റെ നാമത്തിൽ ജയം. എന്നെ ചിന്തിപ്പിച്ചത് അതല്ല. യോശുവയുടെ പുസ്തകം 5-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതി, യഹോവ യോശുവയോട്, ഇന്ന് ഞാൻ മിസ്രൈമിന്റെ നിന്ന നിങ്ങളിൽ നിന്നും ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്ന് വരെ ഗിൽഗാൽ എന്ന് പേർ പറയുന്നു. 3-ാം അധ്യായത്തിൽ ഇതുവരെ നേരിടാത്ത ഒരു ക്രൈസിസ് ഇവർ നേരിടുന്നു. 3-ാം അധ്യായത്തിൽ ആ ക്രൈസിസിന്റെ മുമ്പിൽ ഇതുവരെ വെളിപ്പെടാത്ത ഒരു ദൈവമഹത്വം അവരുടെ മുമ്പിൽ വെളിപ്പെടുന്നു. ചെങ്കടൽ പിളരുന്നത് ഈ ജനത്തിൽ പലരും കണ്ടിട്ടുണ്ട്. പക്ഷെ ചെങ്കടൽ പിളർന്നത് മോശ വടി നീട്ടിയപ്പോഴാ. സ്തോത്രം. മോശ വിശ്വാസത്തോടെ വടി നീട്ടിയപ്പോൾ കിഴക്കൻ കാറ്റടിപ്പിച്ച ദൈവത്തെ ഈ ജനത്തിനറിയാം. എന്നാൽ ഇപ്പം മോശ ഇവരുടെ കൂടെ ഇല്ല. ഇവരെ വിളിച്ചു പുറത്തെടുത്ത ലീഡർ കൂടെ ഇല്ല. സ്തോത്രം. ലീഡറിന് ശേഷം രംഗത്ത് വന്ന യോശുവയാ കൂടെയുള്ളത്. മോശയില്ല, മോശയുടെ വടിയില്ല. എന്നാൽ ദൈവത്തിന് പറവാനൊരു ദൂതുണ്ട്. മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ എൻ്റെ മഹത്വത്തെ യോശുവയുടെ മേൽ കൈമാറിയാൽ മോശയ്ക്ക് ചെയ്യാൻ കഴിയുന്നതിൽ അപ്പുറമായി യോശുവയെ കൊണ്ട് ഞാൻ ചെയ്യിക്കാൻ പോകയാ. എന്തോ കർത്താവ് ഒരു വാചകം എൻ്റെ ഹൃദയത്തിനകത്ത് ഇങ്ങനെ തരുന്നു. കഴിഞ്ഞ തലമുറ ചെയ്തതിനേക്കാൾ അധികമായ ചില നിയോഗങ്ങളെ നിവർത്തിക്കേണ്ടതിനായി ഇന്ന് പകൽ ഈ ദൂതിനെ സ്വീകരിക്കുന്ന ചിലരുടെ മീതെ അത്ഭുതകരമാകുന്ന ഒരു അഭിഷേകത്തെ കർത്താവ് കൈമാറാൻ പോകയാ. ചെങ്കടൽ പിളർന്നത് ജനം കണ്ടതാ. എന്നാൽ ഇതാ യോർദാന്റെ മേലൊഴുക്കിനെ പിടിച്ചു നിർത്തിയിട്ട് ഉണങ്ങിയ നിലത്തുകൂടി വാഗ്ദത്ത ദേശത്തേക്ക് കാല് ചവിട്ടുവാൻ യോശുവയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ മഹത്വം വ്യാപരിച്ചതുപോലെ പപ്പ കാണാത്ത മഹത്വം, മമ്മി കാണാത്ത മഹത്വം ആരാധിക്കുന്ന ചില തലമുറയ്ക്ക് വേണ്ടി ഈ കാലഘട്ടത്തെ കർത്താവ് കൈമാറുകയാ. എന്തോ ഈ ദൂതിനെ നിങ്ങൾ ആമേൻ പറയുമ്പോൾ, മാതാവേ പിതാവേ, നിങ്ങളുടെ തലമുറ കിലോമീറ്ററുകൾക്കപ്പുറം തകർച്ചയ്ക്കകത്താ, രാജ്യത്തിന്റെ ബൗണ്ടറിക്കപ്പുറം ഒത്തിരി വേദനയ്ക്കകത്താ. പക്ഷെ ദൈവത്തിന് പറവാൻ ഒരു ദൂതുണ്ട്. നിങ്ങൾ കൈകാര്യം ചെയ്യാത്ത ദൈവത്തിന്റെ ഗ്ലോറിയെ, നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരാത്ത ദൈവത്തിന്റെ ഗ്ലോറിയെ നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ചലിപ്പിക്കാൻ കഴിയുന്ന ദൈവം. നിങ്ങൾ നിന്ന സഹിച്ചെടുത്ത് നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി നിന്ന ഉരുണ്ടു മാറുന്ന ഒരു ആത്മതലം,
നിങ്ങൾ അപമാനിക്കപ്പെട്ട പട്ടണത്തിനകത്ത് നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ഗിൽഗാലിന്റെ പോർട്ടലുകളെ തുറക്കുന്ന ദൈവത്തിന്റെ മഹത്വം. ആ പദം ചിലരുടെ ഹൃദയം എന്ന മാംസപ്പലകയിലേക്ക് പരിശുദ്ധാത്മാവ് എഴുതുകയാ. ഉപവാസ പ്രാർത്ഥനയുടെ 4ാമത്തെ ദിവസം നിങ്ങളുടെ വീടിന്റെ മീതെ ഒരു ഗിൽഗാലിന്റെ വാതിലിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തുറക്കുകയാ. നീ ഷീത്തീമിലെ ദുരന്തമേ കണ്ടിട്ടുള്ളൂ, നീ യോർദാന്റെ തീരത്തിലെ ദുരന്തമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ യോർദാനിനക്കരെ ദൈവം നിനക്ക് വേണ്ടി ഒരു ഗിൽഗാലിനെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന്. നിന്ന ഉരുണ്ടുമാറുന്ന, രോഗബന്ധനങ്ങൾ ഉരുണ്ടുമാറുന്ന, ശാപത്തിന്റെ നുഖങ്ങൾ ഉരുണ്ടുമാറുന്ന, സകല അനർത്ഥങ്ങൾ ഉരുണ്ടുമാറുന്ന ഒരു ഗിൽഗാലിന്റെ അത്ഭുതകരമാകുന്ന വാതിലിനെ ദൈവത്തിന്റെ ആത്മാവ് ചില വീടുകൾക്കായി തുറക്കട്ടെ. ഗ്ലോറി അൺടു ദ നെയിം ഓഫ് ജീസസ്. ദൈവത്തിന് ജോഷുവയോട് സംസാരിക്കാനുണ്ട്. പിറുപിറുക്കുന്ന ജനത്തോടല്ല ദൈവം സംസാരിച്ചത്. ദൈവം സംസാരിച്ചത് വിശ്വാസത്തോടെ നിന്ന യോശുവയോടാ. ഇനി നീ മുൻപിൽ നിൽക്കണ്ടടാ, പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരെ മുന്നിലേക്ക് നിർത്തുന്നു പറഞ്ഞപ്പോ കതിരമരം കൊണ്ടുണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിഞ്ഞ് 2 കെരൂബുകൾ ചിറകു വിടർത്തി കൃപാസനത്തിന്റെ മീതെ ഇരിക്കുമ്പോൾ യഹോവയുടെ കാബോദ്, യഹോവയുടെ ഷെഖേന ഇറങ്ങി വരുന്ന പെട്ടകവുമായി പുരോഹിതന്മാർ മുന്നിലേക്ക് നിന്നപ്പോൾ പ്രതികൂല സീസണിലും വഴി തുറന്നെങ്കിൽ കൊയ്ത്തിന്റെ സീസൺ യോർദാനിൽ വഴി തുറക്കാൻ അനുകൂലമായൊരു സീസൺ അല്ല. ഇത് ആർക്കോ ഉള്ള ദൈവത്തിന്റെ ദൂത. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവ പൈതലേ, ഇത് എന്താ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ എന്നൊരു ചോദ്യം നിന്റെ ഹൃദയത്തിനകത്ത് ഉയർന്നു വരുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരമായി പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാ. ഇതേ പ്രതികൂല സീസണകത്ത് തന്നെ ദൈവം നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കാൻ പോകയാ. പ്രതിസന്ധിയുടെ നടുവിൽ മറ്റാരും കാണാത്ത അത്ഭുതത്തിന്റെ ഒരു വഴിയെ നിനക്കും നിന്റെ കുടുംബത്തിനും വേണ്ടി ഒരു പ്രൈവറ്റ് വേ. മനുഷ്യർ എത്ര അടച്ചെന്ന് പറഞ്ഞാലും അത്ഭുതകരമായി തുറക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ മഹത്വം. രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം. ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ ഒരു സംസാരം ഉണ്ടായിരുന്നു. നിന്ന അനുഭവിച്ച ജനമാണ്. ഇതാ നിന്ന ഉരുണ്ടുമാറി. എങ്ങനെ മാറിയ? പെട്ടകത്തെ മുന്നിലേക്ക് നിർത്തി. മഹത്വം മുൻപിൽ നിന്നാൽ വീടിനകത്തെ നിന്ന ഉരുണ്ടുമാറും. 20 ലക്ഷം ജനത്തിൻ്റെ ഇടയിൽ കഴിഞ്ഞ 430 വർഷമായിട്ടുള്ള ഒരു ചൊല്ല്, നിന്ദിക്കപ്പെട്ട ജനം. എൻ്റെ ദൈവത്തിൻ്റെ മൗനമായിട്ട് പറയാനൊരു ദൂതുണ്ട്. എൻ്റെ ജനത്തിൻ്റെ നടുവിൽ നിന്നും ഞാൻ ആ പഴഞ്ചൊല്ലിനെ നിർത്തലാക്കും. ജനം തന്നെ വിളിക്കുക നിന്ദിക്കപ്പെട്ടവർ. ജനം തന്നെ മാറി മാറി വിളിക്കുന്നു അപമാനിക്കപ്പെട്ടവർ. നിന്ന സഹിച്ച ജനമെന്ന് അതൊരു ചൊല്ലല്ല, അത് ആ രാജ്യത്ത് ഒരു പഴഞ്ചൊല്ലായി തീർന്നു. 1-2 വർഷമല്ല, 430 വർഷം പല തലമുറകൾ ഇത് ഏറ്റുപറഞ്ഞപ്പോൾ ഒരു ചൊല്ലായിട്ടല്ല, സത്യത്തിൽ അതൊരു പഴഞ്ചൊല്ലായി തീർന്നു. ആ പഴഞ്ചൊല്ലിനെ നിർത്തലാക്കുവല്ലേ ദൈവം ചെയ്തത്. നിന്ന എന്ന പഴഞ്ചൊല്ലിനെ ഉരുട്ടി മാറ്റിക്കൊണ്ട് ഗിൽഗാൽ എന്ന് പറയുന്ന ഒരു മഹത്വകരമാകുന്ന ദൈവത്തിന്റെ പദ്ധതിയെ കർത്താവ് സ്ഥാപിച്ചതുപോലെ നിങ്ങളുടെ വീടിനകത്ത് ഉയർന്നു വരുന്ന നിന്ന എന്ന ആ പഴഞ്ചൊല്ലിനെ ഉരുട്ടി മാറ്റി ഗിൽഗാൽ എന്ന് പറയുന്ന ദൈവമഹത്വത്തെ ഈ പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൽപ്പിച്ചാക്കാൻ പോകയാ. തുടരില്ല, നിന്നയിൽ അപമാനത്തിൽ നിങ്ങൾ തുടരില്ല. എന്നാ സംഭവിച്ചേ? നിന്ന ഉരുണ്ടുമാറിയപ്പോൾ എന്നാ സംഭവിച്ചേ? 5-ാം അധ്യായത്തിൽ ജോഷുവ പറയുന്നു, അതിൻ്റെ 9-ാം വാക്യത്തിൽ, നിന്ന ഉരുണ്ടുമാറി ഗിൽഗാലിനെ ദൈവം സ്ഥാപിച്ചു. അടുത്ത വാക്യം മുതൽ അതുവരെ അവർ കാണാത്ത മഹത്വം വെളിപ്പെട്ട് വരികയാ. 10, 11, 12 വാക്യം ഈ സന്ദേശമൊക്കെ കേട്ടതിന് ശേഷം നിങ്ങൾ ധ്യാനിക്കണം. ഇസ്രായേൽ മക്കൾ ഗിൽഗാലിൽ പാളയമിറങ്ങി. ആ മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് എരിഹോ സമഭൂമിയിൽ പെസഹ കഴിച്ചു. പെസഹയുടെ പിറ്റേ ദിവസം ദേശത്തെ വിളവ് കൊണ്ട് പുളിപ്പില്ലാത്ത അപ്പവും മലരും തിന്നു. അവർ ദേശത്തിൻ്റെ വിളവ് അനുഭവിച്ചതിൻ്റെ പിറ്റേ ദിവസം മന്ന നിന്നുപോയി. ശ്രദ്ധിക്കണം ആ പദം. ഗിൽഗാലിൽ വന്നു. ആ മാസം 14-ാം തീയതി യഹോവയുടെ പെസഹ ആചരിച്ചു. അതിൻ്റെ പിറ്റേ ദിവസം മന്ന നിന്നുപോയി. എനിക്ക് ദൈവത്തോടൊരു ചോദ്യം, കർത്താവേ, മന്ന ഈ ജനത്തിന് വേണ്ടി ദൈവം കൊടുത്തൊരു കരുതലല്ലേ? എന്തിനാ മന്ന നിർത്തിയത്? നിന്ന മാറിയെന്ന് പറഞ്ഞാൽ പുതിയ നന്മ തുറന്നു വരുമല്ലേ വേണ്ടേ? അപ്പോൾ ഉള്ളതുകൂടെ അടഞ്ഞു പോവുകയാണോ? പഴഞ്ചൊല്ലിനെ നിർത്തലാക്കിയെന്ന് മറ്റൊരർത്ഥത്തിൽ ദൈവം അവിടെ പറഞ്ഞു. എന്നിട്ടും എന്താ അവർക്ക് വേണ്ടി തുറന്നിട്ടൊരു പ്രൊവിഷനെ അങ്ങ് അടച്ചു കളഞ്ഞേ. എൻ്റെ പ്രാർത്ഥനാമുറിയിൽ ദൈവം എന്നോട് പറഞ്ഞു, മന്ന നിന്നു എന്നേ ഉള്ളൂ, പക്ഷെ ഞാൻ അവർക്ക് വേണ്ടി ദേശത്തിൻ്റെ വിളവ് തുറന്നു കൊടുത്തു. ഇത് ദൈവത്തിൻ്റെ 2 കരുതലുകളാണ് കേട്ടോ. എന്നതാ മന്ന? ഇസ്രായേൽ ജനത്തിന് മരുഭൂമി യാത്രയിൽ ഇവർക്ക് ഭക്ഷിക്കുവാൻ ദൈവം തുറന്നു കൊടുത്ത സ്വർഗീയ ഭോജനമാണ് മന്നയുടെ പ്രത്യേകത. 1-ാമത്തെ പ്രത്യേകത, മഞ്ഞിൽ പൊതിഞ്ഞ ദൈവം ഇത് കൊടുക്കുന്നത്. മരുഭൂമിയിലെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ ആദ്യം 1 ലെയർ മഞ്ഞിട്ട് കൊടുക്കും. മഞ്ഞിൻ്റെ മുകളിലേക്ക് മന്ന ഇടും. മന്നയുടെ മുകളിൽ വീണ്ടും മഞ്ഞ് പെയ്യിക്കും. ഇവരിത് വാരിയെടുക്കുമ്പോൾ മഞ്ഞി പൊതിഞ്ഞാണ് വാരിയെടുക്കുന്നത്. സ്തോത്രം. മരുഭൂമിയിലെ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ഇവർക്കിത് ഏറ്റവും ഫ്രഷ് ആയിട്ട് അനുഭവിപ്പാൻ മഞ്ഞിൽ പൊതിഞ്ഞ് കർത്താവ് അവരുടെ കരത്തിൽ കൊടുത്തു.
സ്തോത്രം. അവർ താമസിക്കുന്ന കൂടാരത്തിന്റെ മുൻപിൽ, അവർ നടന്നു പോകുന്ന അവരുടെ വഴിത്താരയില് അവർ പെറുക്കിയെടുക്കത്തക്ക നിലയിൽ കർത്താവ് എത്തിച്ചു കൊടുത്തില്ലേ? ദൂതിത ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഒരുവൻ പുറത്തു വന്നാൽ അവൻ നന്മ തേടി എങ്ങും പോകണ്ട, അവൻ നിൽക്കുന്നിടത്ത് നന്മ എത്തിച്ചു തരാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. നീ തേടി നടക്കണ്ട, അന്വേഷിച്ച് നടക്കണ്ട, ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി നീ അലയണ്ട. കാലങ്ങളായി അലഞ്ഞു നടക്കുന്ന ചില കുടുംബങ്ങളെ നോക്കിക്കൊണ്ട് സൈന്യങ്ങളുടെ ദൈവമാകുന്ന യഹോവയുടെ അരുളപ്പാടിനെ ഞാൻ കൈമാറുകയാ. നിന്റെ വീടിന്റെ അതിരിനകത്ത് നിനക്ക് വേണ്ടുന്ന നന്മയെ എത്തിച്ചു തരാൻ കഴിയുന്ന നാഥന്റെ മഹത്വം ഈ അന്തരീക്ഷത്തിനകത്ത് ശക്തിയോടെ വ്യാപരിക്കുന്നുണ്ട്. കൊല്ലങ്ങളും വർഷങ്ങളും മാസങ്ങളും അലഞ്ഞു നടന്നിട്ട് കിട്ടാത്ത ദൈവിക അനുഗ്രഹത്തെ ഈ പ്രാർത്ഥനയുടെ 4ാമത്തെ പകലിൽ നിങ്ങളുടെ അതിരിനകത്ത് എത്തിച്ചു തരാൻ കഴിയുന്ന ദൈവിക മഹത്വത്തിന്റെ കൈമാറ്റം. ദൈവം തരുന്ന ദൈവത്തിൻ്റെ നന്മകൾ എപ്പോഴും ഫ്രഷ് ആയിരിക്കും. ഇനി മന്നയുടെ മറ്റൊരു പ്രത്യേകത ഞാൻ പറയാം. അത് ഒരു ദിവസത്തേക്ക് അത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. എത്ര പെറുക്കിയെന്ന് പറഞ്ഞാലും, എത്രത്തോളം ശേഖരിച്ച് അവരുടെ സ്റ്റോർ റൂമിനകത്ത് കൊണ്ടുവച്ചെന്ന് പറഞ്ഞാലും, സ്തോത്രം, അന്ന് രാവിലെ പെറുക്കുന്നത് അന്ന് വൈകിട്ട് കൊണ്ട് തീർത്തോണം. 24 മണിക്കൂറിൽ കൂടുതൽ അതിന് എക്സ്പയറി ഇല്ല, നശിച്ചു പോകും, ക്രമിച്ചു പോകും. സ്തോത്രം. എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം അത് ഡെയിലി പ്രൊവിഷനാണ്. അന്നന്നത്തേക്ക് കരുതാൻ അന്നന്ന് ദൈവം കൊടുക്കുന്നൊരു നന്മയാ. തിങ്കളാഴ്ച രാവിലെ കിട്ടുന്നത് തിങ്കളാഴ്ച വൈകിട്ട് തീരും. സ്തോത്രം. തിങ്കളാഴ്ച വൈകിട്ട് കിട്ടുന്നത് ചൊവ്വാഴ്ചത്തേക്ക് ശേഷിപ്പില്ല. വ്യാഴാഴ്ച ശേഖരിക്കുന്നത് വ്യാഴാഴ്ച കൊണ്ട് തീർത്തോണം. നാളത്തേക്ക് സേവിങ് ഇല്ല. ആരോ പറയുന്നു ഇത് എൻ്റെ ജീവിതമാണ്, ഒത്തിരി നന്മ കിട്ടുന്നത്, പക്ഷേ സേവ് ചെയ്യാൻ പറ്റുന്നില്ല. ഒത്തിരി നന്മ വീട്ടിൽ വരുന്നുണ്ട്, മാസം തോറും ജോലി ചെയ്യുമ്പോൾ കൃത്യമായ സാലറി കിട്ടുന്നുണ്ട്, പക്ഷേ എനിക്കൊന്നും സേവ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു മാസത്തെ നന്മ ഒരുമിച്ച് അക്കൗണ്ടിലേക്ക് വരുമ്പോൾ 24 മണിക്കൂർ കൊണ്ട് പല നിലകളിൽ അത് തീർന്നു പോകയാ. ഫൈനാൻസ് മേഖലയ്ക്കകത്ത് നാളത്തേക്കൊരു ശേഷിപ്പിനെ കരുതി വെക്കാൻ കഴിയാതെ സാമ്പത്തികപരമായി തകരുന്ന ഒരുപാട് കുടുംബങ്ങളെ നോക്കിക്കൊണ്ട് ആത്മാവ് ഇന്ന് രാത്രി ഈ ദൂത് കൈമാറുകയാ. നിന്റെ മന്നയുടെ സീസൺ തീരാൻ പോകയാ. ഡെയിലി കിട്ടുന്നത് ഡെയിലി തീരുന്ന കാലഘട്ടത്തെ അവസാനിപ്പിച്ച് ഒരു വർഷത്തേക്കുള്ള നന്മ നിനക്ക് വേണ്ടി തുറക്കുന്ന ദൈവത്തിന്റെ കരുതൽ ഇന്ന് പകൽ ഇതിനകത്ത് വെളിപ്പെട്ടു വരുമെന്ന് ആത്മമണ്ഡലത്തിൽ പരിശുദ്ധാത്മാവ് പലരെ നോക്കിക്കൊണ്ട് പ്രവചിച്ച് കൈമാറുകയാ. ഹല്ലേലൂയ. മന്ന ഡെയിലി പ്രൊവിഷനാ, സർവൈവ് ചെയ്യാനുള്ളതാ. അതിനകത്ത് സേവിങ് ഇല്ല, മാറ്റിവെക്കാനുള്ളതില്ല. അഥവാ മാറ്റിവെച്ചാലും ഉപയോഗിക്കാൻ പറ്റില്ല, ഉപയോഗശൂന്യമായി പോകും. പക്ഷെ കർത്താവ് പറയുക, ഗിൽഗാൽ മുതൽ അങ്ങോട്ട് നിന്ന ഉരുണ്ടു മാറിയതിന് ശേഷം മന്ന നിന്നു. പിന്നെന്തിനാ കർത്താവെ ഇവരെ വിളിച്ചത്? കർത്താവ് പറയും, ആ ആണ്ട് മുഴുവൻ ഞാൻ അവരെ ദേശത്തെ വിളവ് കൊണ്ട് ഉപജീവനം കഴിപ്പിക്കും എന്ന് പറഞ്ഞാൽ ദേശത്തിന്റെ വിളവ് ദൈവം തുറന്നു കൊടുത്തു. ഒരു ദിവസത്തേക്കാണോ? കർത്താവ് പറയും അല്ല. ഒരാഴ്ചത്തേക്കാണോ? കർത്താവിന്റെ മറുപടി അല്ല. ഒരു മാസത്തേക്കാണോ? ദൈവത്തിന്റെ മറുപടി നോ, ഒരു മാസത്തേക്കല്ല. പിന്നെയോ ദൈവത്തിന്റെ മറുപടി ഇതാ, ആ ആണ്ട് ഒരു വർഷത്തേക്കുള്ള കരുതൽ ഞാൻ എൻ്റെ ജനത്തിന് വേണ്ടി തുറക്കാൻ പോകയാ. ഇന്ന് പകലിൽ ദൂതിതാണ്, ഓരോ ദിവസവും ദൈവം കരുതിയ കരുതലിൽ നിന്നും ഒരു വർഷത്തേക്കുള്ള കരുതലുകളെ തുറക്കുന്ന ഒരു ഗിൽഗാലിന്റെ വാതിലിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്കായി ഈ അന്തരീക്ഷത്തിനകത്ത് തുറക്കുക. ചില വീടുകളുടെ അകത്ത് അങ്ങനത്തെ ഒരു സൂപ്പർ നാച്ചുറൽ ഡോർ ഓപ്പൺ ആകുന്നത് എൻ്റെ ആത്മ കണ്ണുകളാൽ ഞാൻ കാണുന്നു. എങ്ങനെയൊക്കെ അതിനെ സ്വീകരിക്കാൻ പറ്റുമോ ആ നിലകളിൽ ആ ദൂതനെ സ്വീകരിച്ചോ. നിന്റെ വീടിനകത്ത് ഉയർന്നു വന്ന ആ പഴഞ്ചൊല്ലിനെ നീക്കിക്കളഞ്ഞിട്ട് പുതിയ ചില നന്മകളെ നിനക്ക് വേണ്ടി കൽപ്പിച്ചാക്കാൻ കഴിയുന്ന ദൈവം. ഓരോ ദിവസവും കരുതൽ അനുഭവിച്ച ജനം വേണ്ട ഒരു വർഷത്തേക്കുള്ള മുഴുവൻ നന്മ ഇവർ കാണാൻ തുടങ്ങി. അവർ പിന്നെ വെയിറ്റ് ചെയ്യേണ്ട, ആവശ്യമുള്ളപ്പോൾ കൊയ്തെടുക്കത്തക്ക നിലയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായ മക്കൾക്ക് വേണ്ടി അതിനെ ഒരുക്കി അവരുടെ കരത്തിലേക്ക് ഏൽപ്പിക്കുകയാ. സ്തോത്രം. തളരത്തില്ല, തകരത്തില്ല. നിന്ദിക്കുന്നവരുടെ അപമാനിക്കുന്നവരുടെയൊക്കെ മധ്യത്തിൽ അത്ഭുതകരമായി നിങ്ങളെ നടത്തേണ്ടതിനായി ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് ചില വഴികളെ തുറക്കാൻ പോകുകയാണെന്ന് ആത്മാവിൽ ഞാൻ ചേർത്ത് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നവർ ആമേൻ പറഞ്ഞു. ഫിലിപ്പിയ സഭയോട് പൗലോസ് ഇങ്ങനെ പറഞ്ഞു, ഫിലിപ്പിയൻസ് 4:19, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായും തീർത്തു തരൂ. ദൈവവൈതലേ, നിന്റെ പേരെഴുതി ചേർത്ത് ഈ വചനത്തെ വായിക്കണോ. നിന്റെ ബുദ്ധിമുട്ടിനെ ദൈവം തീർക്കുന്നത് നിന്റെ സ്റ്റാൻഡേർഡിലല്ല, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിലാ. നിനക്കൊരു വഴി ദൈവം തുറക്കുന്നത് നിങ്ങളുടെ ധനത്തിനൊത്തവണ്ണമല്ല, അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ്. അവൻ എത്രത്തോളം ധനമുണ്ടോ, അവൻ എത്രത്തോളം സ്റ്റാൻഡേർഡ് ഉണ്ടോ, ആ സ്റ്റാൻഡേർഡിൽ ഒരു തലമുറയെ കർത്താവ് നയിക്കാൻ പോകയോ. നിന്ന മാറും, സാമ്പത്തികത്തിന്റെ നിന്ന ഉരുണ്ടു മാറാൻ പോവാ. നിന്ദിക്കപ്പെട്ട ജനം എന്നൊരു പഴഞ്ചൊല്ല് അവർക്കിടയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ജോർദാൻ ക്രോസ് ഓവർ ചെയ്ത് ഗിൽഗാലിലേക്ക് വന്നപ്പോൾ ആ പഴഞ്ചൊല്ലിനെ കർത്താവ് എടുത്തു മാറ്റി. സ്തോത്രം. പിന്നെ സംഭവിച്ചത് ചരിത്രമാ. മന്നയുടെ സീസൺ നിന്നു, ഡെയിലി കിട്ടിയ നന്മയുടെ കാലം തീർന്നു. ഒരു വർഷത്തേക്കുള്ള കരുതലിന്റെ കാലം അത്ഭുതകരമായി കർത്താവ് തുറക്കാൻ തുടങ്ങി. മനുഷ്യർ എത്ര അടച്ചെന്ന് പറഞ്ഞാലും ദൈവമായിട്ട് നിങ്ങൾക്ക് വേണ്ടി വഴി തുറന്നാൽ, ദൈവം തുറക്കുന്ന വഴിയെ അടയ്ക്കാൻ ഉലകത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ലെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതം കൊണ്ട് തെളിയിച്ച് കാണിക്കാൻ പോകുക. ഹല്ലേലൂയ. യേശു ജനിച്ച കാലഘട്ടത്ത് നസ്രേത്തിനെ കുറിച്ചൊരു ചൊല്ലുണ്ടായിരുന്നു. നസ്രേത്തി എന്ന് വല്ല നന്മയും വരുമോ? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 46-ാം വാക്യത്തില് സത്യത്തിൽ ആ ഭാഗം
യേശു കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുക. യേശു ഫിലിപ്പോസിനെ കണ്ടു, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് യേശുവിൻ്റെ ശിഷ്യനായിത്തീരുന്നു. ഇവിടുന്ന് അങ്ങ് മുമ്പോട്ട് പോകുമ്പോൾ നഥനയേലിൻ്റെ അരികിൽ ഫിലിപ്പോസ് വന്ന് നഥനയേലിനോട് പറഞ്ഞ ആ വാക്കിൻ്റെ മുമ്പിൽ നഥനയേൽ ചോദിക്കുന്നൊരു ചോദ്യമാണ്, നസ്രേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? 45 വാക്യത്തിൽ, യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 45 വാക്യത്തിൽ ഫിലിപ്പോസ് നഥനയേലിനെ കണ്ടപ്പോൾ, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ ഞങ്ങൾ കണ്ടിരിക്കുന്നു, അവൻ യോസഫിൻ്റെ പുത്രനായ യേശു എന്ന നസ്രേത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. ആ പറച്ചിലിന് നഥനയേൽ മറുപടി പറയുന്നതാ, നസ്രേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? ഈ നഥനയേലിൻ്റെ ചോദ്യത്തിൻ്റെ പിൻപിലെ ആശയം, മോശയും പ്രവാചകന്മാരും ന്യായപ്രമാണവും ഒക്കെ പറഞ്ഞ ആ രക്ഷകൻ വന്നതിനെ അവൻ അവിശ്വാസമില്ല. അത് നഥനയേലിന് അംഗീകരിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ നഥനയേലിന് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം, നസ്രേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോന്നാണ്. കാരണം ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു വെപ്പ് ആ ദേശത്തുണ്ടായിരുന്നു. ഒരു നന്മയും പുറത്തു വരാൻ സാധ്യതയില്ലാത്തൊരിടം, ഒരനുഗ്രഹവും വെളിപ്പെട്ട് വരാൻ സാധ്യതയില്ലാത്തൊരിടം. പക്ഷെ ഞാൻ ഇന്നൊരു വാക്ക് പറയാം, ഒരു നന്മയും വെളിപ്പെട്ട് വരത്തില്ലെന്ന് പറഞ്ഞ അതേ പ്ലാറ്റ്ഫോമിൽ തന്നെ ലോകത്തിന്റെ വിമോചകനെ, ലോകത്തിന്റെ രക്ഷകനെ അത്ഭുതകരമായി കർത്താവ് പുറത്തെടുത്തെങ്കിൽ ഇന്ന് പകലിൽ ചില കുടുംബങ്ങളെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. നിന്റെ വീടിനെ കുറിച്ച് ലോക മനുഷ്യർ അങ്ങനെ പറഞ്ഞെങ്കിൽ, പേര് പറഞ്ഞ്, വീട്ടുപേര് പറഞ്ഞ്, കുടുംബ പേര് പറഞ്ഞൊക്കെ നിങ്ങളെ തരം താഴ്ത്തിയെങ്കിൽ, അപമാനിച്ചെങ്കിൽ, അതേ ദേശത്തിന്റെ അത്ഭുതം നിന്റെ വീട്ടിൽ നിന്ന് തന്നെ ആരംഭിക്കുന്ന ഒരു ദൈവപ്രവൃത്തിയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് കൈമാറാൻ പോകുകയാ. വിശ്വാസത്തോടെ സ്വീകരിക്കാൻ പറ്റുന്നവർ വായി തുറന്ന് അതരം ചലിപ്പിച്ച് കർത്താവിന് മഹത്വം കൊടുത്തു. എന്തെങ്കിലുമൊക്കെ നന്മ ഉണ്ടാകുമോ? ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരു തലമുറയുടെ മധ്യത്തിൽ നിന്റെ വീട്ടിൽ നിന്ന് തന്നെ ഈ സീസണിന്റെ ദൈവപ്രവൃത്തിയെ പുറത്തെടുക്കാൻ കഴിയുന്ന ദൈവം. യേശുവിന്റെ നാമത്തിൽ ജയം വ്യാപരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ജയം വ്യാപരിക്കുന്നു. കുടുംബ പേര് പറഞ്ഞ്, കുലത്തിന്റെ പേര് പറഞ്ഞ്, ജനിച്ചു വളർത്തപ്പെട്ട ജീവിതത്തിന്റെ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞ്, ഇതിൽ നിന്ന് ഒരു നന്മയും ഒരു അനുഗ്രഹവും പുറത്തു വരത്തില്ലെന്ന് പറഞ്ഞ് ശപിക്കപ്പെട്ട മണ്ണിനകത്തിന് സകല ശാപവും പൊട്ടിച്ചോണ്ട് മഹത്വത്തെ ചുമക്കുന്ന ഒരു അത്ഭുതത്തിന്റെ തലമുറയെ പുറത്തെടുക്കാൻ കർത്താവിന് ഈ കാലഘട്ടത്തിലും സാധ്യതയുണ്ടെന്ന് നിങ്ങളുടെ തലമുറയെ വെളിപ്പെടുത്തി കർത്താവ് തെളിയിക്കാൻ പോകുകയാണ്. ഈ ദൂത് നിങ്ങൾ കേൾക്കുന്നെങ്കിൽ, ഈ വചനം നിങ്ങളുടെ കാതിലെത്തുന്നെങ്കിൽ, ഇതിലൂടെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചിലത് തുറക്കാൻ പോകുകയാ. നഥനയേലേ, നിന്റെ നാവ് കൊണ്ട് നീ തിരുത്തി പറയൂടാ. മോശയും പ്രവാചകന്മാരും ന്യായപ്രമാണവും പറഞ്ഞതുപോലെ വീണ്ടെടുപ്പുകാരൻ വരും, നീ അത് വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ നസ്രത്തിൽ നിന്ന് അത് വരുമെന്ന് നിനക്കൊരു സംശയമുണ്ട്. നീ സംശയിക്കുന്ന ആ കുടുംബത്തിൽ നിന്ന് തന്നെ, ഇത് ചിലരുടെ ജീവിതത്തിനകത്ത് തെളിയിക്കാൻ പോകട്ടോ, ലോകം സംശയിക്കുന്ന ആ കുടുംബത്തിൽ നിന്ന് തന്നെ, ആ അതിരിനകത്തിൽ നിന്ന് തന്നെ, ആ ദേശത്തിന്റെ കെട്ടിനെ പൊട്ടിക്കുന്ന, ആ ദേശത്തിന്റെ മുഖത്തെ ഒടിക്കുന്ന, ആ ദേശത്തിന്റെ ശാപത്തെ തകർക്കുന്ന, വെളിപ്പാടുള്ള, അഭിഷേകമുള്ള, നിയോഗമുള്ള, മഹത്വം ചുമക്കുന്ന ഒരു തലമുറയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്ന് പുറത്തെടുക്കാൻ പോവാ. കരയുന്ന അമ്മമാർ ഈ സന്ദേശത്തെ കേൾക്കുന്നെങ്കിൽ, വിശ്വാസം പ്രഖ്യാപിക്കുന്ന പിതാക്കന്മാർ ഈ സന്ദേശത്തെ കേൾക്കുന്നെങ്കിൽ, ഹൃദയത്തോട് ചേർത്ത് ആമേൻ പറഞ്ഞു. നിങ്ങളുടെ ഭവനത്തിനകത്ത് അങ്ങനെ ഒന്ന് സംഭവിക്കാൻ പോവാ. നസ്രേത്ത് ഒരു നന്മയും പുറത്തു വരാൻ സാധ്യതയില്ലാത്ത സ്ഥലമാണ്. ഒരു നന്മയും പുറത്തു വരാൻ സാധ്യതയില്ലാത്തിടത്ത് നിന്ന് രക്ഷകം വരിക. ഒരു കാലഘട്ടം മുഴുവൻ ഒരു ദേശത്തെക്കുറിച്ച് പറഞ്ഞു വെച്ച ഒരു പഴയ ചൊല്ലിനെ ദൈവം തിരുത്തി. ഞാൻ വളരെ ആത്മാർത്ഥമായി നിങ്ങളോട് പറയാം, എല്ലാ കാലഘട്ടത്തിലും ദൈവം എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മാനുഷിക സങ്കല്പങ്ങൾക്കും മാനുഷിക പദ്ധതികൾക്കുമൊക്കെ അപ്പുറമായി അതിനെ തകിടം മറിച്ച കർത്താവ് ചെയ്യത്തുള്ളൂ. ലേഖനത്തിൽ ഇങ്ങനെ പൗലോസ് എഴുതി, അവൻ ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ഭോഷത്വമുള്ളതിനെ തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. മനുഷ്യര് കാണുന്നത് സാധ്യതകൾ നോക്കിയാ, ദൈവം കാണുന്നത് സാധ്യത നോക്കിയല്ല, ദൈവത്തിന്റെ പദ്ധതിക്കകത്തിനാം. വിദ്യാഭ്യാസം കുറവാണെങ്കിലും, കുടുംബ സാഹചര്യം കുറവാണെങ്കിലും, സാമ്പത്തിക ശേഷി കുറവാണെങ്കിലും, ഒരളവിൽ നിങ്ങളെ അനുഗ്രഹിപ്പാൻ ദൈവം പദ്ധതി ഇട്ടാൽ ആർക്ക് അതിനെ തടയാൻ പറ്റുന്നേ? ഒരു നന്മയും പുറത്തു വരത്തില്ലെന്ന് പറഞ്ഞ് ഇസ്രായേൽ എന്ന ആ രാജ്യത്തിനകത്ത് ശത്രു പോയിന്റ് ഔട്ട് ചെയ്ത ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന്, ഒരു കൊച്ചു സ്ഥലത്തിൽ നിന്ന് വേൾഡ് മുഴുവൻ കത്തിപ്പടരുന്ന ഒരു ഉണർവിനെ ദൈവത്തിന്റെ ആത്മാവ് എഴുന്നേൽപ്പിച്ചെങ്കിൽ, ഹല്ലേലൂയ, ഒരു രാജ്യത്തിന്റെ ഒരു റിമോട്ട് ഏരിയയെ ഫോക്കസ് ചെയ്തുകൊണ്ട് ആ കാലഘട്ടത്തിലെ ആളുകൾ പറഞ്ഞു അവിടെ നിന്ന് നന്മയൊന്നും വരത്തില്ല. പക്ഷേ ആ റിമോട്ട് ഏരിയക്കകത്ത് നിന്ന് വേൾഡ് വൈഡ് ആയിട്ട് ചലിക്കാൻ പോകുന്ന ഒരു മഹത്വത്തിന്റെ തലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചലിപ്പിച്ചെങ്കിൽ, എൻ്റെ വീട് എത്ര ഉൾപ്രദേശത്താണെങ്കിലും ഇന്ന് എന്നെ കേൾക്കുന്ന പലരും മീഡിയ പ്ലാറ്റ്ഫോമിനകത്ത് ഈ ദൂതിനെ ഹൃദയത്തോട് ചേർക്കുന്നുണ്ട്. ഭാരതത്തിന്റെ ഏത് സംസ്ഥാനത്ത്, ഏത് ഉൾഗ്രാമത്തിനകത്ത്, വഴിയും കരണ്ടും ഒരു സാധ്യതയും ഇല്ലാത്ത ഉൾവനത്തിനകത്ത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നടന്നും യാത്ര ചെയ്തുവൊക്കെ നിങ്ങൾ പോകുമ്പോൾ, ഒത്തിരി കഷ്ടം സഹിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി അഭിഷക്തനെ അങ്ങ് നിൽക്കുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, മെട്രോപൊളിറ്റൻ സിറ്റികളിൽ ചലിക്കാത്ത ദൈവത്തിന്റെ മഹത്വത്തെ അങ്ങ് നിൽക്കുന്ന ഗ്രാമങ്ങളുടെ അകത്ത് ചലിപ്പിക്കാൻ സാധ്യതയുള്ള ദൈവത്തിന്റെ മഹത്വത്തെ ഈ മിനിറ്റിൽ പരിശുദ്ധാത്മാവ് അങ്ങേക്ക് വേണ്ടി കൈമാറുകയാ.
വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ചേർന്ന് ആമേൻ പറഞ്ഞു. സാധ്യതകൾ ഉള്ളിടത്ത് നടക്കാത്ത മൂവിനെ ഒരു സാധ്യതയും ഇല്ലാത്തടത്ത് ചലിപ്പിക്കാൻ കഴിയുന്ന ദൈവം. എൻ്റെ വാക്കിൻ്റെ മേൽ എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. പരിശുദ്ധാത്മാവ് ആവർത്തിച്ച് എന്നോട് പറയുന്നു, ഇന്ത്യൻ റിവൈവലിൻ്റെ അടുത്തൊരു ഡയമെൻഷനെ കർത്താവ് തുറക്കാൻ തുടങ്ങുമ്പോൾ പ്രതീക്ഷിക്കാത്ത ചില മേഖലകളുടെ അകത്ത് നിന്ന് ഉണർവിൻ്റെ തീജ്വാലകളെ കത്തിക്കുന്ന, പ്രതീക്ഷിക്കാത്ത പല മേഖലകളുടെ അകത്ത് നിന്ന് കാലഘട്ടത്തിൻ്റെ അപ്പോസ്തലന്മാരെ എഴുന്നേൽപ്പിക്കുന്ന, ജാതികളെ പിടിക്കുന്ന തീയുമായി അഭിഷക്തന്മാരെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ആത്മതലത്തെ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് തുറക്കട്ടെ. യേശുവിൻ്റെ രക്തത്താൽ ജയം, യേശുവിൻ്റെ രക്തത്താൽ ജയം. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതി, ഇവൻ ഗലീലയിലെ നസ്രത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശു എന്ന് പുരുഷാരം പറഞ്ഞു. കണ്ടോ, നഥനയേൽ ചോദിച്ചു, നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? പക്ഷേ അതേണ്ടേ ആ പട്ടണത്തിനകത്തൊരു സംഭവം നടന്നപ്പോൾ അത് കണ്ട പുരുഷാരം പറയാ, ഇവൻ നസ്രത്തിൽ നിന്ന് വന്ന പ്രവാചകനാണ്. ദൈവത്തിന്റെ പദ്ധതി കണ്ടോ. എന്തേലും നന്മ വരുമോ എന്ന് ഒരുവൻ ചോദിച്ചപ്പോൾ അതേ പുരുഷാരത്തെ കൊണ്ട് കർത്താവ് പറയിപ്പിച്ചു, നസ്രത്തിൽ നിന്ന് പ്രവാചകൻ എഴുന്നേക്കുമെന്ന്. ചോദിച്ചത് ഒരുവനാ, നസ്രത്തിൽ നിന്ന് നന്മ വരുമെന്ന്. പക്ഷെ നസ്രത്തിൽ നിന്ന് നന്മ വന്നപ്പോൾ അത് ഏറ്റു പറഞ്ഞത് ഒരു പട്ടണമാണ്. നിനക്കെതിരെ നിന്റെ കുറവ് പറഞ്ഞ്, നിന്റെ ബലഹീനത പറഞ്ഞ് നിന്നെ ചോദ്യം ചെയ്തത് ഒരു വ്യക്തിയാണെങ്കിൽ, നിനക്ക് വേണ്ടി ദൈവത്തിന്റെ മഹത്വം തട്ടിയാൽ, ആത്മാവിൽ ഞാനൊരു വാചകം പറയൂ, ഒരു പട്ടണം മുഴുവൻ നിന്റെ നിയോഗത്തെ ഏറ്റുപറയുന്ന, ഒരു രാജ്യം മുഴുവൻ നിന്റെ മേൽ വെളിപ്പെട്ട ദൈവത്തിന്റെ മഹത്വത്തെ ഏറ്റുപറയുന്ന ഒരു ദൈവപ്രവൃത്തിയെ ഈ പകലിൽ പരിശുദ്ധാത്മാവ് ഈ അന്തരീക്ഷത്തിനകത്ത് കൈമാറുകയാ. നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? നഥനയേലേ വരുവടാ, നന്മ വരും. നസ്രത്തിലെ ഗലീലയിലെ നസ്രത്തിൽ നിന്നും ഉലകം കണ്ട ഏറ്റവും ശക്തനായ പ്രോഫറ്റ് രംഗത്ത് വരിക. അവനെ ലോകം വിളിച്ചു പ്രവാചകൻ. പ്രവാചകൻ കെട്ടപ്പെട്ട ഒരു കഴുതയുടെ കെട്ടഴിച്ചപ്പോൾ 2 ശിഷ്യന്മാരെ പറഞ്ഞു വിടുക, നിങ്ങൾ ആ ഗ്രാമത്തിലേക്ക് എതിരേറ്റ് ചെന്ന് അവിടെ കെട്ടിയിട്ടിരിക്കുന്ന കഴുതയുടെ കെട്ടഴിച്ചോണ്ട് വാ. സ്തോത്രം. കഴുതേനെ മോചിക്കണമെങ്കിൽ ന്യായപ്രമാണത്തിന്റെ കൽപ്പന പ്രകാരം പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, കഴുതയെ വീണ്ടെടുക്കണമെങ്കിൽ ഒരു കുഞ്ഞാടിനെ കൊടുക്കണം. ഒരു കുഞ്ഞാടിനെ മറുവിലയായി കൊടുത്താലേ കഴുതയെ വീണ്ടെടുക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. അങ്ങനെയെങ്കിൽ നോക്കിക്കേ, കഴുത യോഗ്യതയില്ലാത്തയാളാ, കഴുത ഗുണമില്ലാത്ത കഴിവില്ലാത്തയാളാ. പൊതുവേ ഒരു കഴിവുമില്ലാത്തതിനെ നോക്കിയാ കഴുത എന്ന് ഒരു പഴഞ്ചൊല്ലി വിളിക്കാറുള്ളത്. സ്തോത്രം. പക്ഷേ അങ്ങനെ ഒരു യോഗ്യതയും ഒരു അറിവുമില്ലാത്ത ഒരു കഴുതയെ രംഗത്ത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ യഹോവയുടെ പ്രമാണം പറയുന്നത് ഒരു കുഞ്ഞാടിനെ മറുവിലയായിട്ട് കൊടുക്കണം. പുറപ്പാട് 13-13. അങ്ങനെയെങ്കിൽ ഞാൻ പറയാം, കഴിവില്ലാത്ത ഒരു കഴുതയെ പോലെ യോഗ്യതയില്ലാത്ത എന്നെ നിങ്ങളെ വീണ്ടെടുക്കേണ്ടതിനായി ലോകത്തിന്റെ പാപത്തെ ചുമന്ന ദൈവത്തിന്റെ കുഞ്ഞാടാകുന്ന യേശുവിനെ കാൽവരി ക്രൂശിൽ പരമയാഗമായിട്ട് അർപ്പിച്ചിട്ട് വചനം ഇങ്ങനെ പറഞ്ഞു, വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുക്കേണ്ടതിന് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല, നിഷ്കളങ്കവും നിർദോഷവുമാകുന്ന കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. എനിക്ക് കഴിവില്ലെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, എനിക്ക് പ്രാപ്തിയില്ല പ്രാഗൽഭ്യമില്ലെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, ആത്മാവിൽ ഞാൻ ഇന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് പറയുകയാ, യോഗ്യതയില്ലാത്ത കഴിവില്ലാത്ത ഒരു കഴുതയെ പോലെ തല കുനിച്ച് നിൽക്കുന്ന നിങ്ങളുടെ തല ഉയർത്തേണ്ടതിനായി മറുവിലയായ ഒരു കുഞ്ഞാടുണ്ട്. ആ കുഞ്ഞാടിന്റെ രക്തത്തിന്റെ പിൻബലത്തിൽ ആത്മനിയോഗത്തോടെ ഈ വചനത്തിലൂടെ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാ. നിനക്ക് എബിലിറ്റി തരുന്നതാണ് യേശുവിന്റെ രക്തം. ആ ജോലി ചെയ്യാൻ, ആ ബിസിനസ് ചെയ്യാൻ, ആ പ്രോജക്റ്റ് നിർവഹിപ്പാൻ, ദൈവം അയച്ച ആ മിഷൻ ഫീൽഡിനകത്ത് ആ പട്ടണത്തെ ഇളക്കാൻ, ദൈവം നിങ്ങൾക്ക് നൽകി തന്ന ആ രാജ്യത്തെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നേടിയെടുക്കുവാൻ ഒരു കഴുതയെ പോലെയുള്ള നിങ്ങൾക്ക് യോഗ്യതയും പ്രാപ്തിയും തരുന്ന കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തിയെ ഇന്ന് പകലിൽ ആത്മാവ് ചിലർക്ക് വേണ്ടി കൈമാറുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ചേർന്ന് ആമേൻ പറഞ്ഞ ആ ദൂതിനെ സ്വീകരിച്ച്. നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? വരും. നസ്രത്തിൽ നിന്ന് കാലഘട്ടത്തിന്റെ പ്രവാചകൻ വരും. സ്തോത്ര. മറനീക്കി ദൈവത്തിന്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുവാൻ, ദൈവിക പദ്ധതികളെ വെളിപ്പെടുത്തുവാനുള്ള പ്രവാചകനെ ആ നസ്രത്തിൽ നിന്ന് കർത്താവ് കൊണ്ടുവന്നെങ്കിൽ, വിശ്വസിക്കുന്ന മാതാപിതാക്കളോട് ഒറ്റ വാക്ക് ഞാൻ പറയുന്നു, നിങ്ങളുടെ ഭവനത്തിനകത്ത് നിന്ന് ഈ നൂറ്റാണ്ടിന്റെ ശുശ്രൂഷകന്മാരെ ദൈവം രംഗത്ത് കൊണ്ടുവരാൻ പോകുകയാണ്. യേശു ഒരിക്കൽ എരിഹോ പട്ടണത്തിൽ കൂടെ നടന്നു പോകുമ്പോൾ തിമായിയുടെ മകനായ ബർത്തിമായി എരിഹോവിന്റെ തെരുവിലിരുന്നു കൊണ്ട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 47-ാം വാക്യം, നസ്രയനാകുന്ന യേശു എന്ന് കേട്ടിട്ട് അവൻ, തിമായിയുടെ മകനായ ബർത്തിമായി, ഒരു കാര്യം കേട്ടു, നസ്രയനാകുന്ന യേശു ഇതുവഴി പോകുന്നുണ്ട്. അവിടെ വിശുദ്ധ മർക്കോസ് ഇങ്ങനെ എഴുതി, നസ്രയനാകുന്ന യേശു എന്ന് അവൻ കേട്ടിട്ട്, ദാവീദ് പുത്ര യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. കുരുടനായ യാചകനാ. അവൻ യേശുവിനെ കണ്ടിട്ടില്ല, അവൻ്റെ അപ്പനെ അമ്മയും പോലും കണ്ടിട്ടില്ല. അവൻ ഇരുന്ന് കൈ നീട്ടുന്ന എരിഹോ പട്ടണം എന്താ അവൻ അറിയില്ല. അവൻ്റെ കണ്ണ് ജനനം മുതൽ ഇരുട്ട് ബാധിച്ചതാ. എനിക്ക് തിമായിയുടെ മകൻ ബർത്തിമായുടെ ഒരു ചോദ്യം, സ്തോത്രം, നിന്റെ കണ്ണിനകത്ത് അന്ധതയല്ലേ, നിന്റെ കണ്ണിനകത്ത് ഇരുട്ടല്ലേ, പിന്നെ യേശു ദാവീദിന്റെ പുത്രനാണ് നിനക്ക് എങ്ങനെ പിടികിട്ടി? കണ്ണിന് കാഴ്ചയുള്ളവർക്ക് പിടികിട്ടാത്തത് കണ്ണിനകത്ത് ഇരുട്ടുള്ളവന് പിടികിട്ടി. സ്തോത്രം. ഹല്ലേലൂയ. ബർത്തിമായിക്ക് പറയാനൊരു ദൂതുണ്ട്, എൻ്റെ പുറമേയുള്ള കണ്ണിനകത്ത് ഇരുട്ടുള്ളൂ, എന്നാൽ എൻ്റെ അകക്കണ്ണ് തുറന്നൊരു ദൈവമുണ്ട്. പുറങ്ങണ്ണുകൊണ്ട് അനേകർക്ക് കാണാൻ പറ്റാത്ത യേശുവിൻ്റെ അകത്ത് ദാവീദ് പുത്രനെ, യേശുവിൻ്റെ അകത്ത് രാജാവിനെ ബർത്തിമായിക്ക് കാണാൻ സാധിച്ചെങ്കിൽ, ഞാൻ ഇങ്ങനെ പറയുന്നു, യേശു ആരാന്ന് നിനക്ക് പിടികിട്ടിയാൽ,
യേശുവിന്റെ മേൽ കിടക്കുന്ന രാജകീയ അഭിഷേകം എന്താണെന്ന് നിനക്ക് പിടികിട്ടിയാൽ നിന്റെ സകല കഷ്ടതകളെയും നിന്റെ സകല ദുരന്തങ്ങളെയും മാറ്റിമറിക്കുന്ന ഒരു ദൈവമഹത്വത്തെ കർത്താവ് അതിനകത്ത് മറച്ചിട്ടിട്ടുണ്ട്. ഈ ലോക ചരിത്രത്തിൽ മറ്റാർക്കും കിട്ടാത്ത ദൈവപുത്രനെ കുറിച്ചുള്ള വെളിപ്പാടുകളെ ഇന്ന് പകലിൽ ഞാൻ ചിലർക്ക് വേണ്ടി കൈമാറുമെന്ന് ആത്മാവ് പറഞ്ഞാൽ, ഉലകത്തിൽ ആരും പിടിക്കാത്ത അത്ഭുതകരമാകുന്ന വെളിപ്പാടുകളുമായി ഒരു തലമുറയെ കർത്താവ് രംഗത്ത് കൊണ്ടുവരാൻ പോകുന്നു. വ്യക്തമായ ഒരു കാര്യം കേട്ടു, നസ്രയനാകുന്ന യേശു ഇതുവഴി പോകുന്നുണ്ട്. അപ്പം നസ്രയൻ രാജാവാന്ന് അവന് പിടികിട്ടി. ദാവീദ് പുത്ര എന്നുള്ള വിളി പഴയ നിയമത്തിനകത്തൊരു പ്രവചനമല്ലേ അവൻ ഉദ്ധരിക്കുന്നത്. ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ഒരുവൻ വരും. ദാവീദാര ഇസ്രായേൽ കണ്ട ഏറ്റവും പവർഫുൾ രാജാവാ. ദാവീദിന്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ രാജാവിന്റെ മകൻ എന്നല്ലേ അർത്ഥം. ഒന്നുകൂടെ ഇറങ്ങി എന്ന് പറഞ്ഞാൽ യേശു രാജാവാണെന്നല്ലേ, യേശുവേ രാജാവേ എന്നല്ലേ അവൻ വിളിച്ചേ. തച്ചന്റെ മകനെന്നും പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്ന, കുരുട്ട് കണ്ണിനെ തുറക്കുന്ന, സാധാരണ അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പ്രവാചകൻ എന്നുമൊക്കെ പലരും യേശുവിനെ കുറിച്ച് പല ധാരണകളും ധരിച്ചു വച്ചിരിക്കുമ്പോൾ, അത്ഭുതങ്ങൾ കണ്ടവർ യേശുവിനെ ഒരു പ്രവാചകനായി കാണുമ്പോൾ ഒരത്ഭുതവും കാണാത്തൊരുവൻ, യേശുവിനെ കുറിച്ച് കേട്ടറിവ് മാത്രമുള്ള ഒരുവൻ യേശുവിൻ്റെ അകത്ത് രാജാവിനെ കണ്ടു. അപ്പം ബർത്തിമായിക്ക് പറയാൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, നസ്രയൻ സാധാരണക്കാരനല്ല, അവൻ രാജാവാ. നസ്രേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? വരും. നസ്രേത്തിൽ നിന്ന് രാജാവ് വരും. നസ്രേത്തിൽ നിന്ന് കർത്താവ് വരും. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ആസന്ന ഭാവിയിൽ ആകാശം ചായിച്ച് സ്വർഗം തുറന്ന് കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടി സ്വർഗത്തിൽ നിന്നും അവൻ ഇറങ്ങി വരുമ്പോൾ അവൻ രാജാവാണെന്ന് ലോകത്തിൽ തെളിയിക്കപ്പെടും. ദൈവപുത്രൻ തന്റെ ശുശ്രൂഷകൾ ആരംഭിക്കുമ്പോൾ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന ഘട്ടത്തിൽ നഥനയേൽ ചോദിക്കുക, നസ്രേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോന്ന്. ദൈവം തെളിയിച്ചു, നസ്രേത്തിൽ നിന്ന് പ്രവാചകൻ വരും. കണ്ണിൽ ഇരുട്ട് ബാധിച്ച ബർത്തിമായെ കൊണ്ട് എരിഹോവിന്റെ തെരുവിലിരുത്തി ദൈവം പറയിപ്പിച്ചു, നസ്രേത്തിൽ നിന്ന് രാജാവ് വരും. നിന്റെ തലമുറ വീടിനകത്ത് നിന്ന് രാജകീയ അഭിഷേകത്തോടു കൂടി കർത്താവ് ഒരു തലമുറ എഴുന്നേൽപ്പിക്കാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ ചില വീടുകളുടെ അകത്തേക്ക് ആ ദൂതനെ കൈമാറുന്നു. കിങ്ഷിപ്പിനെ ചുമന്നുകൊണ്ട് നടക്കുന്ന, റോയൽറ്റിയുടെ അഭിഷേകത്തെ അസാധാരണമായിട്ട് ക്യാരി ചെയ്യുന്ന, മഹത്വം വഹിക്കുന്ന ഒരു തലമുറയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. വീട് പറഞ്ഞ്, വീട്ടുപേര് പറഞ്ഞ്, കുടുംബത്തിന്റെ അവസ്ഥകളൊക്കെ പറഞ്ഞ്, പഴഞ്ചൊല്ലുകൾ പറഞ്ഞ് ഒതുക്കി നിർത്തുന്ന സമൂഹത്തിന്റെ മധ്യത്തിൽ തന്നെ ആ പഴഞ്ചൊല്ലിനെ നിർത്തലാക്കിയിട്ട് നിന്റെ വീടിനകത്ത് നിന്ന് റോയൽ ജനറേഷനെ എഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ മഹത്വം. ഇടയനെ രാജാവാക്കിയ ദൈവം, അനാഥ പെൺകുട്ടിയായ എസ്തേറിനെ അഹശ്വേരോശിന്റെ കൊട്ടാരത്തിനകത്ത് രാജ്ഞിയാക്കിയ ദൈവം. നിന്റെ മോൾക്ക് വേണ്ടി നീ ഇന്നൊത്തിരി കരയുന്നില്ലേ? പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു അനാഥയെ പോലെ ഒറ്റയ്ക്ക് അലയുന്ന നിന്റെ തലമുറയെ ആ രാജ്യത്തിന്റെ സുപ്രീം അതോറിറ്റിയിലേക്ക് എത്തിക്കുവാൻ, ഒരു രാജകീയ അഭിഷേകത്തിലേക്ക് എത്തിക്കുവാൻ നസ്രേത്തിൽ നിന്ന് രാജ തലമുറയെ പുറത്തെടുക്കാൻ കഴിയുമെന്ന് ദൈവം തെളിയിച്ചു കാണിക്കാൻ പോവുകയാണ്. നസ്രേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? വരും. അപ്പോസ്തലപ്രവൃത്തി ഉണർവ് നടക്കുക. സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ വാതിക്കൽ നാണയത്തുട്ടുകൾക്ക് വേണ്ടി കൈനീട്ടുന്ന ഒരു ചെറുപ്പക്കാരനോട് പത്രോസിനും യോഹന്നാനും പറയാനൊരു വാക്കുണ്ട്, പൊന്നോ വെള്ളിയോ ഞങ്ങൾക്ക് തരാനില്ല. നീ പ്രതീക്ഷിച്ചത് കറൻസി അല്ലേ? നീ പ്രതീക്ഷിച്ചത് നാണയത്തുട്ടല്ലേ? കുഞ്ഞ, നീ പ്രതീക്ഷിക്കുന്നത് തരാൻ ഞങ്ങളുടെ കയ്യിലില്ല. പക്ഷെ ഞങ്ങൾക്ക് തരാൻ ഒരു നാമമുണ്ട്, നസ്രയനാകുന്ന യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേക്ക്. 40 കൊല്ലം പലരാൽ ഇരുത്തപ്പെട്ട ഒരുവനെ ഒരു നാമം പറഞ്ഞ് എഴുന്നേൽപ്പിച്ചെങ്കിൽ ഇവനെ ചുമക്കാൻ ആളുകളുണ്ട്, ഇവനെ ചുമന്നുകൊണ്ട് ഇരുത്താൻ ആളുകളുണ്ട്, ഇവൻ കൈനീട്ടി കിട്ടുന്ന നന്മയുടെ പങ്ക് പറ്റാൻ ആളുകളുണ്ട്, ഇവന്റെ കുറവുകളെ ഉയർത്തി കാണിക്കാൻ ആളുകളുണ്ട്. പക്ഷേ ഇരുത്തപ്പെട്ട ഒരുവനെ ഒരു നാമം പറഞ്ഞ് എഴുന്നേൽപ്പിക്കാൻ പത്രോസിന്റെ നാവിന് കർത്താവ് കരുത്ത് പകർന്നെങ്കിൽ വിശ്വസിച്ചേ, ആത്മതലത്തിൽ അതിനെ വിശ്വസിച്ചേ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഈ നാമം ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. പല വാക്കുകളുടെ മുമ്പിൽ ഇരുത്തിക്കളഞ്ഞ ചിലതിനെ എഴുന്നേൽപ്പിക്കുന്ന നാമത്തിന്റെ ശക്തിയെ നസ്രയന്റെ നാമത്തിനകത്ത് കർത്താവ് മറച്ചിട്ടിട്ടുണ്ടെന്ന്. നിന്റെ വീട്ടിൽ നിന്ന് വല്ലതും പുറത്തു വരുമോ? വരും. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വല്ല അത്ഭുതം നടക്കുമോ? നടക്കും. ഇരുത്തപ്പെട്ട ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കാനുള്ള മഹാനിയോഗം, ഒതുക്കപ്പെട്ട ഒരു തലമുറയെ ഇന്ത്യൻ റിവൈവലിന്റെ മുൻപിൽ എഴുന്നേൽപ്പിച്ച് നിർത്തി ആലയത്തിന്റെ പുൽപ്പിറ്റിൽ ഇറങ്ങുന്ന ദൈവത്തിന്റെ മഹത്വത്തെ ഇവിടുത്തെ തെരുവുകളിൽ, പട്ടണങ്ങളിൽ, ഗ്രാമങ്ങളിൽ, പബ്ലിക് പ്ലാറ്റ്ഫോമുകളുടെ അകത്ത് വെളിപ്പെടുത്തേണ്ടതിനായി ഒരു മഹത്വത്തിന്റെ തലമുറയെ എഴുന്നേൽപ്പിക്കാൻ എനിക്കൊരു പദ്ധതിയുണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ചിലരുടെ ജീവിതം കൊണ്ട് തെളിയിച്ച് കാണിക്കാൻ പോകുകയാ. ചില പഴഞ്ചൊല്ലുകളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വൈപ്പ് ഔട്ട് ചെയ്യുന്നു, തുടച്ചു മാറ്റുന്നു. ഇത് പറഞ്ഞതാരാ? സർവശക്തനാകുന്ന ദൈവത്തിന്റെ വാക്കാ. കേബാർ നദിയുടെ തീരത്ത് പ്രവാസത്തിലിരിക്കുന്ന ബൂസിയുടെ മകനാകുന്ന യെഹസ്കേൽ പറയാ, ഇസ്രായേലിൽ നിന്ന് ഞാൻ ആ പഴഞ്ചൊല്ലിനെ നിർത്തലാക്കുമെന്ന്. എന്തോ ദൂത! ഒരു കാലഘട്ടത്തിന്റെ മുഴുവൻ ദുരന്തം മാറ്റുമെന്നല്ല പറയുന്നേ. മിസ്രൈമിന്റെ നിന്ന മാറ്റി ഗിൽഗാലിനെ തുറന്നു. യേശുവിന്റെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? ആ പഴഞ്ചൊല്ലിനെ തുടച്ചു മാറ്റി. അതേ നസ്രത്തിൽ നിന്ന് പ്രവാചകൻ വരുമെന്ന് തെളിയിച്ചു. അതേ നസ്രത്തിൽ നിന്ന് രാജാവ് വരുമെന്ന് തെളിയിച്ചു. അതേ നസ്രേന്റെ നാമം കൊണ്ടേ മുടന്തൻ തുള്ളിച്ചാടത്തുള്ളെന്ന് തെളിയിച്ചു.
കർത്താവിന് നിർബന്ധമാ. ഒതുക്കപ്പെട്ട കുടുംബത്തെ കൊണ്ട് തന്നെ ചിലത് ചെയ്യിക്കണമെന്ന് ദൈവത്തിന് വലിയ നിർബന്ധമാ. തള്ളപ്പെട്ട നിങ്ങളെ കൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ വലിയ വീര്യപ്രവർത്തികളെ ചെയ്യിക്കണമെന്ന് ദൈവത്തിന് വലിയ നിർബന്ധമാ. എന്തോ ദൈവം എന്നോട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു, പരിഗണന കിട്ടേണ്ടിടത്ത് നിങ്ങൾ അവഗണിക്കപ്പെട്ടു, മുൻഗണന കിട്ടേണ്ടിടത്ത് നിങ്ങൾ പിന്തള്ളപ്പെട്ടു, മാനിക്കപ്പെടേണ്ടിടത്ത് നിങ്ങൾ അപമാനിക്കപ്പെട്ടു, പലതും പറഞ്ഞ് നിങ്ങളെ മാറ്റി നിർത്തി. പക്ഷെ ദൈവത്തിന്റെ ആത്മാവിന്റെ ആ ശക്തമേറിയ ദൂതിതാണ്, ആ പഴഞ്ചൊല്ലിനെ ഞാൻ നീക്കിക്കളഞ്ഞിട്ട് എന്റെ നീതിയെ ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടി കൽപ്പിച്ചാക്കാൻ പോകുകയാ. രക്തത്താൽ ജയം. പുതിയ നിയമഭാഗത്തിലേക്ക് വരുമ്പോ യഹൂദിയ മലനാട്ടിലെ ഒരു പുരോഹിതൻ സെക്കറിയാവിന്റെ ഭാര്യ എലിസബത്തിനെ കുറിച്ച് ആ കാലഘട്ടത്തിൽ ഒരു ചൊല്ലുണ്ടായിരുന്നു, അവൾ മച്ചിയായിരുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 36-ാം വാക്യത്തിൽ ദേണ്ടേ ദൂതൻ മറിയോട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റാ, നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു, മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇത് 6-ാം മാസം. ദൂതൻ ഇതറിഞ്ഞെങ്കിൽ നാട്ടിലിത് പാട്ടല്ലേ? ദൂതൻ പറയുക മച്ചി എന്ന് പറഞ്ഞ എലിസബത്തിന് ഇത് 6-ാം മാസം. അപ്പൊ സ്വർഗത്തിലിരിക്കുന്ന ദൂതൻ ഇവളുടെ മച്ചി എന്നുള്ള പേരറിഞ്ഞെങ്കിൽ നാട്ടിൽ ഇതൊരു പഴഞ്ചൊല്ലല്ലേ? വാർദ്ധക്യത്തിൽ നല്ല പ്രായം മുതൽ കുഞ്ഞിനെ ലഭിക്കും, ഒരു തലമുറയെ ലഭിക്കും. ഹൃദയത്തിൽ താലോലിക്കുന്ന കുഞ്ഞിനെ കയ്യിലിട്ട് താലോലിക്കാൻ പറ്റും, അതിനെ വളർത്തി അതിന്റെ നന്മ കാണാൻ പറ്റുമെന്നൊക്കെ ഒത്തിരി ആഗ്രഹിച്ച, വിവാഹം കഴിഞ്ഞ കാലഘട്ടം മുതൽ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു, തലമുറ ഉണ്ടായില്ല, ഇവിടെ ഉദരം അടഞ്ഞു കിടക്കുക. എന്നാൽ തന്റെ വാർദ്ധക്യത്തിന്റെ അവസ്ഥയിൽ വന്നപ്പോൾ എലിസബത്തിനൊരു പേരും വീണു, മച്ചി എന്ന പേര് വീണു. പക്ഷേ ഇറങ്ങി വരുന്ന ദൂതന് ഗബ്രിയേലിന് പറയാനൊരു സന്ദേശമുണ്ട്. മച്ചി എന്ന് പറഞ്ഞ് പഴഞ്ചൊല്ലിട്ട് പേരിട്ട് വിളിക്കുന്ന എലിസബത്തിന്റെ ഉദരത്തെ തുറക്കാൻ കഴിയുന്ന ഒരു ദൈവശക്തിയെ ഞാൻ കൈമാറാൻ പോകുകയാ. എന്റെ ദൂതിന്റെ അവസാന മിനിറ്റുകളിലേക്ക് വരുമ്പോൾ ചില വീടുകളെ നോക്കിക്കൊണ്ട് ആത്മാവിൽ ഞാൻ കൈമാറുകയാ. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും തലമുറകൾ ഉണ്ടാകാതെ ഉദരം അടഞ്ഞു കിടക്കുന്ന ചില ഭവനങ്ങളുടെ അകത്ത് മരിച്ചതിനെ ജീവിപ്പിച്ച്, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തി അത്ഭുത തലമുറയെ കൈമാറാൻ കഴിയുന്ന ദൈവിക അഭിഷേകത്തെ നിനക്ക് നിന്റെ വീട്ടിൽ ദൈവം തന്ന എലിസബത്തിന് ഇനി ഒരു ഭാവിയുണ്ട്. നഷ്ടപ്പെട്ട ജീവിതത്തെ മടക്കി തരാൻ പോകുക, തകർന്ന ലൈഫിനെ മടക്കി തരാൻ പോകുക, അടഞ്ഞുപോയ യൂട്രസിനെ ദൈവം തുറക്കാൻ പോകുക. ഒരു കുഞ്ഞ് ജനിക്കാൻ സാധ്യതയില്ലാത്ത ഉദരത്തിൽ, ഒരു കുഞ്ഞിന് വളരാൻ സാധ്യതയില്ലാത്ത ഉദരത്തിൽ അതിന്റെ സകല പ്രതിസന്ധികളെ മാറ്റിമറിച്ച് ഒരു കുഞ്ഞിന് ആരോഗ്യത്തോടെ വളർന്നു വരാനുള്ള സകല സംവിധാനങ്ങളെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരുക്കി തരാൻ പോകുകയാണെന്ന് ആത്മതലത്തിൽ ഇത് സ്വീകരിക്കാൻ പറ്റുന്നവർ നന്ദിയോടെ കർത്താവിന് മഹത്വം കൊടുത്തു. മച്ചി എന്ന പേര് വീണ് അതൊരു പഴഞ്ചൊല്ലായി. യഹൂദിയ മലനാട്ടിലോ യെരുശലേമിലോ അങ്ങനെ ഒരു പേര് വീണ് കിടക്കുമ്പോൾ ആ പഴഞ്ചൊല്ലിനെ നിർത്തലാക്കി അവിടെ ഉദരത്തെ തുറക്കുന്നൊരു ദൈവശക്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൈമാറിയെങ്കിൽ അടഞ്ഞു പോയത് എന്തൊക്കെയാണോ ഇന്ന് പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനെ തുറക്കട്ടെ. ആ പഴഞ്ചൊല്ലിനെ ദൈവം നിർത്തലാക്കുന്നു, നിന്ന മാറുന്നു. എന്തെങ്കിലും നന്മ വരുമോ എന്ന് പറഞ്ഞ ചോദ്യത്തിന് കർത്താവ് ഉത്തരം കൊടുക്കുന്നു. ഇനി ഒരു തലമുറ ഉണ്ടാകുമോ? ഇനി ഒരു റിസൾട്ട് വെളിപ്പെട്ട് വരുമോ? എൻ്റെ വേലയിൽ ഇനി ആത്മാക്കൾ ജനിക്കപ്പെടുമോ എന്നൊത്തിരി ചോദ്യങ്ങളുള്ളപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ശക്തമായ അഭിഷേകം വഹിക്കുന്ന ഒരു തലമുറയെ ഞാൻ പുറത്തെടുക്കാൻ പോകുകയാ. ഉഡമൻ ഹസിയാന്തരാനിയ, അവൻ മരുഭൂമി കൂടെ വരുന്നു, അവന്റെ ഡ്രസ് കോഡ് ഒട്ടകരോമമാ, അവൻ കഴിക്കുന്നത് വെട്ടിക്കിളിയും കാട്ടുതേനുമാ. എന്താ യോഹന്നാനെ മച്ചി എന്ന് പേർ വിളിച്ച ഒരു അമ്മയുടെ ഉദരത്തിൽ ജനിച്ച നിന്റെ ആഹാരം വെട്ടിക്കിളിയായത്? യോഹന്നാന് പറയാനൊരു മറുപടിയുണ്ട്. വെട്ടിക്കിളിയെ ഞാൻ തെരഞ്ഞു പിടിച്ച് തിന്നുമ്പോൾ ഇതിന്റെ പിൻപിൽ ദൈവം എൻ്റെ മേൽ കൽപ്പിച്ചാക്കിയിരിക്കുന്ന ഒരു നിയോഗമുണ്ട്. എന്താ നിയോഗം എന്നറിയാമോ? പഴയ നിയമ കാലഘട്ടത്ത് എന്റെ ജനത്തിന്റെ നന്മയെ തിന്നു കളഞ്ഞതാ വെട്ടിക്കിളി. യോവേല് പ്രവചിച്ചു, തുള്ളനും വെട്ടിക്കിളിയും വെട്ടിലും പച്ചപ്പുഴും ഒക്കെ തിന്ന് ശേഷിപ്പിച്ച സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ അതിനെ മടക്കി തരും. എന്താ അതിന്റെ അർത്ഥം? വെട്ടിക്കിളി ഇസ്രായേൽ മക്കളുടെ കൃഷി സമ്പത്തിനെ തിന്നു കളഞ്ഞതാ. യോഹന്നാന്റെ മറുപടി ഇതാ, എന്റെ ജനത്തിന്റെ നന്മയെ തിന്നു കളഞ്ഞത് എന്താണോ അതിനെ തെരഞ്ഞു പിടിച്ച് ഭക്ഷിക്കുന്ന ഒരു അഭിഷേകത്തെ പരിശുദ്ധാത്മാവ് എന്റെ മീതെ കൈമാറിയിരിക്കുകയാ. ആത്മാവിൽ ചില വീടുകളെ നോക്കിക്കൊണ്ട് ഞാൻ കൈമാറുന്നു. ചില നന്മകളെ തിന്നുകളഞ്ഞ പൈശാചിക ശക്തികളെ തെരഞ്ഞു പിടിച്ച് അതിനെ തകർക്കുന്ന ഒരു അഭിഷേകത്തെ, പഴഞ്ചൊല്ലിനെ പൊട്ടിച്ചു പുറത്തു വരുന്ന ചില തലമുറയുടെ മീതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൈമാറുകയാ. അത് വിശ്വസിക്കുന്നവർ കരമടിച്ച് വായി തുറന്ന് ആത്മാവിൽ കർത്താവിന് ആരാധന കൊടുത്തു. നിന്റെ വിളി ചെറുതല്ല, നിന്റെ വിളി ഭയങ്കരമാ, നിന്റെ വിളി ഉന്നത വിളിയാ, നിന്റെ വിളി ശ്രേഷ്ഠകരമായ വിളിയാ. നീ ചോദിച്ചതിലും നിനച്ചതിലും അത്യന്തപരമായി നിനക്ക് വേണ്ടി തരാൻ കഴിയുന്ന ദൈവത്തിന്റെ മഹത്വത്തെ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി കൈമാറാൻ പോകുകയാ. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ലഭിച്ചതോ ഉള്ളിൽ പോലും നീരച്ചതല്ല. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ലഭിച്ചതോ ഉള്ളിൽ പോലും നീരച്ചതല്ല. ദയതോ നീ എന്റെ മേൽ ചോരിഞ്ഞതല്ലേ, ആയുസെല്ലാം നിനക്കായി നൽകിയിടുന്നു. ദയതോ നീ എന്റെ മേൽ ചോരിഞ്ഞതല്ലേ, ആയുസെല്ലാം നിനക്ക്. ഉന്നത വിളിയാൽ, ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ലഭിച്ചതോ ഉള്ളിൽ പോലും നീനച്ചതല്ല.
പോലും നീനച്ചതല്ല. ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. കാലുകളേറെ കുറെ വാഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിരച്ചു. കാലുകളേറെ കുറെ വാഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിരച്ചു. എന്റെ ദിനമുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. എന്റെ ദിനമുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഓ ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ലഭിച്ചതോ ഉള്ളിൽ പോലും നീനച്ചതല്ല. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ലഭിച്ചതോ ഉള്ളിൽ പോലും നീനച്ചതല്ല. ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകി. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ലഭിച്ചതോ ഉള്ളിൽ പോലും നീനച്ചതല്ല. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ലഭിച്ചതോ ഉള്ളിൽ പോലും നീനച്ചതല്ല. ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു.